أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ اضري لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. ഖസീദത്തുൽ ഹംസിയൻ്റെ 5-ാമത്തെ വരിയാണ് നമ്മളിന്ന് വിശദീകരിക്കുന്നത്. 5ഉം 6ഉം. ലക ദാത്തുൽ ഉലൂമി മിൻ ആലമിൽ ഐബി വമിൻ ഹാലി ആദമൽ അസ്മാഉ. ലക്ക അങ്ങേക്കുള്ളതാണ്. ദാത്തുൽ ഉലൂം ഇൽമിൻ്റെ സത്ത അങ്ങേക്കുള്ളതാണ്. മിൻ ആലമിൽ ഗൈബി ഗൈബിൻ്റെ മറഞ്ഞ ലോകത്ത് നിന്നുള്ള ഇൽമിൻ്റെ സത്ത. മറഞ്ഞ ലോകം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ലോകമാണ്, അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ ലോകമാണ്. അതിൽ നിന്നുള്ള ഇൽമിൻ്റെ സത്ത അത് അങ്ങേക്ക് മാത്രമുള്ളതാണ്. ഒമിൻഹ അതിൽ നിന്നാണ് ആദം അൽ അസ്മാഉ. ആദം നബി അലൈഹി സ്വലാം അള്ളാഹു അല്ലമ ആദമ അസ്മാ കുല്ലഹ എന്ന് പറഞ്ഞില്ലേ. ആദം നബി അലൈഹി സ്വലാമിന് അള്ളാഹു എല്ലാ അസ്മാകളും പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആദം അലൈഹി സ്വലാമിന് അസ്മാ പഠിപ്പിക്കപ്പെട്ടത്, അസ്മാകളൊക്കെ അസ്മാൻ്റെ ഇൽമ് കിട്ടിയതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിൽ നിന്നാണ്, അല്ലാതെ അവിടത്തേക്കൊരു ഇൽമുമില്ല. ലക്ക അങ്ങേക്കുള്ളതാണ്. ദാത്തുൽ ഉലൂം എല്ലാ അറിവുകളുടെ സത്തയും അങ്ങേക്കുള്ളതാണ്. മിൻ ആലമിൽ ഐബ് ഐബിൻ്റെ ലോകത്തു നിന്നുള്ള അറിവുകൾ. മിൻഹ അതിൽ നിന്നാണ് ലി ആദമിൽ അസ്മാഉ ആദം നബി അലൈഹി സ്വലാമിന് അസ്മാഉ പഠിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഇതിൽ ഈ ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് നദീഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ഇവിടെ ആലം എന്ന് പറയുന്നത് ആലിം എന്നും ഒരു നുസ്ഖയിലുണ്ട്. അതായത് ഇതിൻ്റെ ഹംസിയൻ്റെ ഒരു കയ്യേത്ത് പ്രതിയിൽ ആലിം എന്നുമുണ്ട്. അപ്പോൾ മിൻ ആലമിൽ ഗൈബി ഗൈബിൻ്റെ ലോകത്ത് നിന്ന് എന്ന് പറയുന്നതിന് പകരം അപ്പോൾ ആലിമിൽ ഗൈബി അള്ളാഹു ആലിമിൽ ഗൈബായവൻ. ആലിമിൽ ഗൈബ് എന്ന് അള്ളാഹിൻ്റെ ഒരു പേരാണല്ലോ. അപ്പോൾ ആലിമിൽ ഗൈബായവനിൽ നിന്ന് വരും. അങ്ങനെ വരുമ്പോൾ ലക്ക ദാത്തുൽ ഉലൂം അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേക്കുള്ളതാണ് എല്ലാ ഇൽമിൻ്റെ സത്തയും. മിൻ ആലിമിൽ ഗൈബ് ആലിമില്ലായബായ അള്ളാഹുൽ നിന്നുള്ള എല്ലാ ഇൽമിൻ്റെ സത്തയും അങ്ങേക്ക് മാത്രമുള്ളതാണ്. വമിൻ ഹാലി ആദമിൽ അസ്മാ അതിൽ നിന്നാണ് ആദം നബി അലൈഹി സ്വലാമിനും ഇൽമ പഠിപ്പിക്കപ്പെട്ടത് എന്നും അതിനർത്ഥം വരും. അപ്പോൾ അഹ്മദ് തിജാനി തങ്ങളൊക്കെ ഇതിനെ ആലമിൽ ഐബെന്നും, എന്നാൽ ഇബ്നു അജീബ് തങ്ങളൊക്കെ അതിനെ ആലിമിൽ ഐബെന്നും വെച്ച് വിശദീകരിക്കുന്നുണ്ട്. ആദ്യം സയ്യിദുനാ ശൈഖ് അഹ്മദ് തിജാനി തങ്ങളുടെ തഫ്സീർ ഇതിൻ്റെ വിശദീകരണം വായിക്കുക. അതിനു മുമ്പ് ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ അൽ മിനഹുൽ മക്കിയ എന്ന അവിടുത്തെ ഒരു ഷർഹുണ്ട്. ഷർഹ് ഹംസിയൊക്കെ വലിയ ഷർഹാണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ ഭാഗം എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ പറയുന്ന ഭാഗങ്ങളിൽ ചിലത് അഡീഷണലായിട്ട് അറിയണം തോന്നുന്ന ഭാഗങ്ങളൊക്കെ അതിൽ ഞാൻ കുറച്ചിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ ആണ് നമ്മളെ നാട്ടിലൊക്കെ അറിയപ്പെട്ട ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഷെയ്ഖാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ. മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ ഓതുന്ന തുഫ എന്ന ഷാഫി മദ്ഹബിൻ്റെ കിതാബിൻ്റെ രചയിതാവ് കൂടിയാണ് ഇബ്നു ഹജർ തങ്ങൾ. എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട വലിയ ഹദീസ് പണ്ഡിതനാണ്. കർമ്മശാസ്ത്രത്തിലും എല്ലാ മേഖലയിലും അറിയപ്പെട്ട ആളാണ്. ഇപ്പോൾ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഇതിൽ പറയുന്നൊരു വാക്കുണ്ട്, ഇവിടെ ആദം എന്ന് പറഞ്ഞില്ല, ആദമിൽ അസ്മാഉ. അപ്പോൾ ആദം എന്നുള്ള വാക്കിനെ വിശദീകരിക്കുന്നുണ്ട്. മഹാനുകൾ പറയാണ്, അപ്പോൾ ഈ ആദം എന്ന വാക്ക് അദീമുൽ അർള്, അതായത് ഭൂമിയുടെ ഉപരിതലം എന്ന അദീം എന്നുള്ള വാക്കിൽ നിന്നാണ് ആദം എന്ന് വന്നത് എന്നാണ് മഹാനവറുകളുടെ പറയുന്നത്.
അപ്പോൾ ഭൂമിയുടെ അദീമുൽ അർള് എന്നാൽ അതിൽ വെളിവായ ഉപരിതലമാണ്. അതായത് ഭൂമിൻ്റെ ബാഹ്യമായ തലം, നമ്മൾ പിന്നെ ഭൂമിയിൽ കാണുന്ന പുറമേ കാണുന്ന ഭാഗം. അൽ ഉംദത്ത് എന്നാൽ ഇരുനിറമാണ്. അപ്പോൾ അദീമുൽ അർള് ഉംദത്ത് എന്ന് പറഞ്ഞാൽ ഇരുനിറം. നമ്മളെ ഭൂമിൻ്റെ ഉപരിതലം ഒരു കാപ്പി കളറല്ലേ, അതേപോലെ ഉംദത്ത് എന്ന വാക്കിനും പിന്നെ എന്താണ് ഒരു ഇരുനിറം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ വാക്കുകളിൽ നിന്നാണ് ആദം ഉണ്ടായത്. അപ്പോൾ ആദം അലൈഹിസ്സലാം എന്ന് പറയുന്ന വാക്ക് ഇരുനിറം, ഭൂമിയുടെ കളർ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതിനർത്ഥം ആദം നബി അലൈഹിസ്സലാം വെളുത്തിട്ടല്ലാന്ന്. കറുപ്പിനോട് അടുത്ത നിറം എന്ന് പറഞ്ഞവരുടെയും മണ്ണിനോട് സാമ്യമുള്ളത് എന്ന് പറഞ്ഞവരുടെ ഉദ്ദേശം ഇതാണ്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിന് ആദം എന്ന് പേര് വെക്കാൻ കാരണം, ഒരു പ്രധാനപ്പെട്ട കാരണം ആദം എന്ന വാക്ക് അദീമുൽ അർള് എന്നുള്ള വാക്കിൽ നിന്ന് വന്നതാണ്. അതായത് ഭൂമിയുടെ ഉപരിതലം, അല്ലെങ്കിൽ ഉംദത്ത്, ഇരുനിറം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നിന്ന് വന്നതാണ്. എന്നാൽ ആദം നബി അലൈഹി സ്വലാം അതിമനോഹരമായ ആദം നബി അലൈഹി സ്വലാമിൻ്റെ അതിമനോഹരമായ സൗന്ദര്യത്തെക്കുറിച്ച് വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു സംശയം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാം ഇരുനിറാണെന്ന് മനസ്സിലായി. തവിട് നിറം അല്ലെങ്കിൽ ഇരുനിറം, ഇതിന് നമുക്ക് ആദം നബി അലൈഹി സ്വലാം വെളുത്തിട്ടല്ല മനസ്സിലായി. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മളെ കൺസെപ്റ്റിൽ എന്താ ഉണ്ടാവുക? ആദം നബി അലൈഹി സ്വലാം ഒരു ഇരുനിറമുള്ള മനുഷ്യൻ, ഒരു തവിട് നിറമുള്ള മനുഷ്യൻ, അപ്പോൾ സൗന്ദര്യം ഉണ്ടാവില്ല എന്നാണ് നമ്മളെ കാഴ്ചപ്പാടുണ്ടാവുക. എന്നാൽ ആദം നബി അലൈഹി സ്വലാമിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാമിന് വരെ ആദം നബി അലൈഹി സ്വലാമിൻ്റെ സൗന്ദര്യത്തിൻ്റെ 1/3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. യൂസുഫ് നബി അലൈഹി സ്വലാമിന് വരെ ആദം നബി അലൈഹി സ്വലാമിൻ്റെ സൗന്ദര്യത്തിന് 1/3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ആദം നബി അലൈഹി സ്വലാം അതിസുന്ദരനായിരുന്നു എന്ന് വരും. അപ്പോൾ നമ്മളെ കൺസെപ്റ്റ് സുന്ദരനാവുക, ഒരു ഭാഗത്ത് സുന്ദരനാവുക, എന്നാൽ ഇരുനിറാവുക, അത് നമുക്ക് യോജിക്കൂലല്ലോ. സുന്ദരനാവുക എന്ന് പറഞ്ഞാൽ വെള്ള നിറത്തിലാവുക എന്നല്ല നമ്മളെ കൺസെപ്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ സംശയം ഉണ്ടാവും. അതായത് യൂസുഫ് നബി അലൈഹി സ്വലാം ആദം നബിയുടെ സൗന്ദര്യത്തിന് മുന്നിൽ 1/3 നൽകപ്പെട്ടിട്ടുള്ളൂ എങ്കിൽ ഇരുനിറമുള്ള ആദം നബി അലൈഹി സ്വലാം എങ്ങനെയാണ് യൂസുഫ് നബിയേക്കാൾ സൗന്ദര്യം ഉണ്ടാവുക എന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ഇരുനിറമുള്ള ആൾക്ക് അത്ര സൗന്ദര്യം ഉണ്ടാവില്ല. നമ്മൾ നല്ല സൗന്ദര്യമുള്ള മനുഷ്യനാന്ന് പറഞ്ഞാൽ അതാ നല്ല വെളുത്തിട്ടാണ് നമ്മളെ മനസ്സിൽ. മൂപ്പരത്ര ചെറിയൊരു ഇരുനിറത്തിലാണ്, എന്നാലും കുഴപ്പമില്ല നമ്മൾ പറയും. അതാണല്ലോ ഇരുനിറമാണ്, എന്നാലും മുഖച്ചായൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും. നല്ല വെളുത്തിട്ടാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സൗന്ദര്യം. പിന്നെ വേറൊന്നും നോക്കണ്ട, വെളുത്തിട്ടാന്ന് മാത്രം പറഞ്ഞാൽ നല്ല വെളുപ്പുണ്ട്. ഇരുനിറാന്ന് പറഞ്ഞാൽ ആ ഇരുനിറം കുഴപ്പമില്ല, എന്നാലും മുഖച്ചായ ഉണ്ട് എന്ന് പറയും. ഇരുനിറം നമുക്കൊരു സൗന്ദര്യത്തിൻ്റെ ഒരു സങ്കല്പമല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അപ്പോൾ ഇത് ശരിയാവുക ചോദിക്കാണ്. ആദം നബി അലൈഹി സ്വലാമിന് പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിന് 3 ഇരട്ടി സൗന്ദര്യം ഉണ്ടെന്ന് വരിക, എന്നാൽ ആദം നബി അലൈഹി സ്വലാം ഇരുനിറാവുകയും ചെയ്യുക. അങ്ങനെ അത് മാച്ച് ആവുക? ഇതിൻ്റെ മറുപടി ഇപ്രകാരം നൽകപ്പെട്ടിരിക്കുന്നു. സൗന്ദര്യം ഇരുനിറത്തിന് വിരുദ്ധമാകുന്നില്ല, കാരണം അത് വെളുപ്പിനും ചുവപ്പിനും ഇടയിലുള്ള ഒരു നിറമാണ്. അപ്പോൾ ഈ ഇരുനിറാന്ന് വെച്ച് സൗന്ദര്യം ഇല്ലാത്തൊരു പ്രശ്നമൊന്നുമില്ല. അത് നമ്മളെ കൺസെപ്റ്റാണ്. ഈ വെള്ളയാണ് സൗന്ദര്യം, വെളുത്ത് കിടക്കണതാണ് സൗന്ദര്യം, നമ്മളെ കൺസെപ്റ്റാണ്. എന്നാൽ സൗന്ദര്യത്തിന് ഇരുനിറം സൗന്ദര്യത്തിൽ നിന്ന് വിഭിന്നമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാരൊക്കെ ആദം നബി അലൈഹി സ്വലാം ഇന്ത്യയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, സഹായ റിപ്പോർട്ട് അനുസരിച്ച്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിന് നിറമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർക്ക് നിറം നോക്കിയാൽ ഒരു പിന്നെ നമ്മളിൽ വെളുത്ത ആളെന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ അമേരിക്കക്കാർക്കൊക്കെ കറുത്ത ആളാണ്, നമ്മളിൽ വെളുത്ത ആൾ തന്നെ. അപ്പോൾ നമ്മളെ നിറം നല്ല നിറമാണ്. എന്നാൽ നമ്മൾ ശ്രമിക്കുന്നത് എന്താണ്? ആ നിറം മാറ്റിയിട്ട് വെളുപ്പിക്കാനാണ്. എന്താ നമ്മൾ അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും ഒക്കെ പറഞ്ഞ അവരുടെ പിന്നെ സൗന്ദര്യ ഉൽപ്പാദന വസ്തുക്കൾ വിറ്റുപോകാൻ നമ്മളതിന് വേണ്ടി പഠിപ്പിക്കപ്പെട്ടു. വെളുപ്പ് വേണം വെളുത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിച്ചിട്ട് നമ്മളതിന് അഡിക്റ്റായി. വെളുപ്പിക്കാനാണ് നമ്മൾ മെനക്കെട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ വെളുപ്പല്ല യഥാർത്ഥത്തിൽ സൗന്ദര്യം. ആദം അലൈഹി സ്വലാം വെളുത്തിട്ടായിരുന്നില്ല. എന്നാൽ ആദം നബി അലൈഹി സ്വലാമിന് യൂസുഫ് നബി അലൈഹി സ്വലാമിനേക്കാൾ സൗന്ദര്യം ഉണ്ടായിരുന്നു. ഇന്ന് ആദം നബി അലൈഹി സ്വലാമും യൂസുഫ് നബി അലൈഹി സ്വലാമും ഒക്കെ നമ്മളെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാപ്പോൾ ആദം നബി അല്ലെങ്കിൽ ഇതാപ്പോൾ യൂസുഫ് നബി എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ നമ്മളുടെ കാഴ്ചപ്പാട്. കാരണം നമ്മളെ സൗന്ദര്യ സങ്കല്പം അങ്ങനെ ആയി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തന്നെ വീണ്ടും അവിടെ പറയുന്നുണ്ട്,
ആദം നബി അലൈഹി സ്വലാം കേവലം നാമങ്ങൾ മാത്രമാണ് പഠിപ്പിച്ചത് എന്ന് കവിയുടെ നിലപാട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ ആദം നബി അലൈഹി സ്വലാമിന് അസ്മാവ് മാത്രമാണോ, പേരുകൾ മാത്രമാണോ പഠിപ്പിക്കപ്പെട്ടത്, അതോ പേരടങ്ങുന്ന വസ്തുക്കളും എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ പേരുകൾ മാത്രമാണെന്നുള്ള അഭിപ്രായം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് വസ്തുക്കൾക്കും ആശയങ്ങൾക്കും നൽകപ്പെട്ട പദങ്ങൾ മാത്രമാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത് എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ആ പദങ്ങൾ മാത്രം. അപ്പോൾ ഇവിടെ അസ്മാവിന് ആ പദങ്ങൾ എന്നുള്ള അർത്ഥമേ വരുള്ളൂ. എന്നാൽ അസ്മാ എന്ന് പറയുന്ന ദാത്ത്, സിഫാത്ത്, അസ്മാ എന്ന് പറയുന്ന ഒരു വിശാലമായ അർത്ഥമുണ്ട്. ആ അസ്മാവിൽ ആ വസ്തുക്കൾ മുഴുവൻ, വസ്തുക്കളുടെ ബാഹ്യമായ എല്ലാ കാര്യങ്ങളും വരും. അതുകൊണ്ടാണ് അല്ലമ ആദമ അസ്മാ കുല്ലഹ, ആദം നബി അലൈഹി സ്വലാമിന് എല്ലാ അസ്മാവും പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് അസ്മാവിനെ കുറിച്ചാണെങ്കിൽ സിഫാത്തും ദാത്തും ഒക്കെ മനസ്സിലാക്കിയവരുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മളുടെയൊക്കെ ആത്മീയ യാത്ര സിഫാത്തും ദാത്തിലൂടെയൊക്കെയാണ്. എങ്ങനെയാണ് അള്ളാഹു അസ്മാവ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മലായിക്കത്ത് ആദം നബി അലൈഹി സ്വലാമിനെ സുജൂദ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സിഫാത്തും അസ്മാവിലൂടെ യാത്ര ചെയ്യുന്ന പിന്നീട് വന്ന ആരിഫീങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിക്കുന്നുണ്ട്. അവിടെ അസ്മാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പേരുകൾ എന്നുള്ള അർത്ഥത്തിലല്ല. അസ്മാവ് എന്ന് പറയുന്നത് ആ ബാഹ്യമായ എല്ലാം പെട്ടു. ആ രൂപം, അതിനുള്ളിലുള്ള നമ്മൾ ബാഹ്യമായി കാണുന്ന, ലാഹിറായി കാണുന്ന എല്ലാം അസ്മാവിൽപ്പെട്ടു. ആ അർത്ഥത്തിൽ അസ്മാവുണ്ട്. ഇവിടെ എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അഭിപ്രായത്തിൽ അത് പേരുകൾ മാത്രമാണ്. അപ്പോൾ അതിൽ നിന്നാണ് കവി ഇതെടുത്തിട്ടുള്ളതെന്നാണ് ഒരഭിപ്രായം അനുസരിച്ച് വരുന്നത്. എന്നാൽ അഹ്മദ് ജാൻ തങ്ങൾ അങ്ങനെയല്ല കേട്ടോ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയപ്പെട്ടത് ഇപ്രകാരമാണ്: എല്ലാ ഭാഷകളിലുമുള്ള നാമങ്ങൾ ആദം നബി അലൈഹി സ്വലാമിനെ പഠിപ്പിക്കപ്പെട്ടു. അതായത് നാമങ്ങൾ പഠിപ്പിച്ചു എന്നാണ് വരുന്നതെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാവുന്നത് എല്ലാ ഭാഷകളും ആദം നബി അലൈഹി സ്വലാമിന് പഠിപ്പിക്കപ്പെട്ടു എന്ന്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിന് ലോകത്തുള്ള എല്ലാവരുടെയും ഭാഷ അറിയായിരുന്നു എന്നാണ് അതിൻ്റെ ഒരു മാന. അദ്ദേഹം അത് തൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് അവർ പെരുകുകയും വിവിധ നാടുകളിലേക്ക് വേർപിരിഞ്ഞു പോവുകയും ചെയ്തപ്പോൾ ഓരോ ജനവിഭാഗവും അതിൽ നിന്ന് ഓരോ ഭാഷ മാത്രം സ്വന്തമാക്കി. അപ്പോൾ ഓരോ നാട്ടിലും പോയ ഒരാളുകളാണ് അവിടെ ആ ഭാഷ പ്രചരിപ്പിച്ചത്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിന് എല്ലാ അസ്മാവുകളും അറിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദം നബി അലൈഹി സ്വലാം എല്ലാ ഭാഷകളും അറിയായിരുന്നു. അപ്പോൾ ഭാഷക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഭാഷ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്താന്നാണ് പറയണത്. അപ്പോൾ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ ഓരോ ഭാഷയും ദൈവികമാണ്. അപ്പോൾ ഒരാൾ ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭാഷ പഠിക്കണമൊക്കെ ഡ്രൈ ആയ സാധനമായിട്ടാണ് പറയുക. ഭാഷ പഠിക്കുക, അറബി പഠിക്കുക, മലയാളം പഠിക്കുക. ഇപ്പോൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാലും അറബി പഠനത്തിലേക്കൊക്കെ നമ്മൾ എത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തൊക്കെ എത്തലില്ല. കാരണം അറബിയാണ്, ഖുറാൻ്റെ ഭാഷയാണെന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ മറ്റു ഭാഷകളൊന്നും അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഭാഷ എല്ലാം നമ്മൾ മനസ്സിലാക്കരുത്. എല്ലാ ഭാഷയും അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട ഭാഷയാണ്. ആദം നബി അലൈഹി സ്വലാമിന് അസ്മാവൊക്കെ പഠിപ്പിച്ചു കൊടുത്തു പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യാഖ്യാനം അനുസരിച്ച് ആദം നബി അലൈഹി സ്വലാമിന് എല്ലാ ഭാഷയും പഠിപ്പിച്ചു കൊടുത്തു എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാ ഭാഷയും അള്ളാഹുവിൽ നിന്ന് വന്നതാണ്, ഒരു മനുഷ്യൻ ഉണ്ടാക്കിയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഭാഷ മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മൾ തന്നെ വിചാരിച്ച ഒരു ഭാഷ ഉണ്ടാക്കാൻ പ്രയാസമല്ലേ? എത്ര സങ്കീർണമാണ് ഈ ഭാഷ എന്ന് പറയുന്നത്. അത് ദൈവികമായ ഇടപെടലില്ലാതെ എങ്ങനെയാണ് ഒരു മനുഷ്യനൊരു ഭാഷ നിർമ്മിക്കാൻ പറ്റുക? ഒരിക്കലും പറ്റൂല. ദൈവികമായ ഇടപെടലുണ്ടെങ്കിലേ നടക്കുള്ളൂ. അപ്പോൾ ഓരോ ഭാഷയും അള്ളാഹു തആല ആദം നബി അലൈഹി സ്വലാമിന് പഠിപ്പിച്ചു കൊടുക്കുകയും ആ ഭാഷ ആദം നബി അലൈഹി സ്വലാം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ മക്കൾ ഓരോ നാട്ടിലേക്ക് പോയിട്ടാണ് ഭാഷ ഉണ്ടായത്. അതായത് നമ്മുടെ നാട്ടിലും നമ്മൾ മലയാളം സംസാരിക്കുന്നുണ്ടെങ്കിൽ, മലയാളം എഴുതുന്നുണ്ടെങ്കിൽ ഇത് ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഒരു മകൻ അല്ലെങ്കിൽ മകൾ പഠിച്ചതായിരിക്കും. അതാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ വായിക്കുന്നത്, നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ദൈവികമായ ഭാഷയാണ്. അള്ളാഹ് പഠിപ്പിച്ചതാണ് ഈ ഭാഷ. ഇതും അള്ളാഹിൻ്റെ ഭാഷയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന അള്ളാഹിൻ്റെ ഏറ്റവും വലിയ ഖലീഫക്ക് അള്ളാഹ് കൊടുത്ത ഭാഷ, പരിശുദ്ധമായ ഖുർആൻ്റെ ഭാഷ, അത് അറബി ഭാഷ ആയതുകൊണ്ട് എല്ലാ ഭാഷകളുടെയും ഇമാമായിട്ട് അറബി ഭാഷ ഉണ്ടാവും. എന്നല്ലാതെ ഈ ഭാഷകൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. ഇതുപോലെ അമ്പിയാക്കന്മാരുടെ ഒക്കെ ഇമാമായ റസൂലുള്ളാഹി ഉള്ളതുപോലെ എന്നാലും എല്ലാ അമ്പിയാക്കന്മാർക്ക് പ്രാധാന്യമല്ലേ. അതേപോലെ ഭാഷകളുടെ ഒക്കെ ഇമാമായ അറബി ഉണ്ടെങ്കിലും എല്ലാ ഭാഷകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എല്ലാ ഭാഷകളും പഠിക്കുന്നതും ഒരാൾ പറയല്ലോ, നമ്മൾ മലയാളം പഠിക്കുക, ഞാൻ മലയാളം പഠിക്കുന്നത്, ഈ മലയാളം പഠിക്കുന്നത് എനിക്ക് ദീനിയായ എന്തെങ്കിലും പഠിച്ചുകൂടെ? ഒരാൾ നിയത്ത് നല്ലതാണെങ്കിൽ മലയാളം പഠിക്കുന്നത് ദീനിയായ പഠനം തന്നെയാണ്.
ഒരാൾ നിയ്യത്ത് നന്നതാണെങ്കിൽ സംസ്കൃതം പഠിക്കുന്നതും അള്ളാഹുവിൻ്റെ വഴിയിലുള്ള പഠനം തന്നെ. ഒരാൾ നിയ്യത്ത് നല്ലതാണെങ്കിൽ പിന്നെ സുറിയാനി പഠിക്കുന്നതും ഏത് ലോകത്തെ ഭാഷകൾ പഠിക്കുന്നതും അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ആഫിയ ഇൽമ് പഠിക്കൽ തന്നെയാണ്. നിയ്യത്ത് നന്നാവണം, വേറെ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാവരുത്. കാരണം ഭാഷ തന്നെ അത്രയും ഉദാത്തമായ ഒന്നാണ്. അതുകൊണ്ടാണ് എത്രത്തോളം ആളുകൾ ഭാഷ പഠിക്കുന്നു അത്രത്തോളം അവർക്ക് കൂടുതൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തജല്ലി ഉണ്ടാവും. എത്ര ഭാഷകൾ കൂടുതൽ അറിയുന്നു അത്രയും ആളുകൾക്ക് കൂടുതൽ അള്ളാഹിൻ്റെ തജല്ലി അവർക്ക് അനുഭവിക്കാൻ സാധിക്കുക ഭാഷൻ്റെ വലുപ്പനുസരിച്ച്. അതും നിയ്യത്ത് നന്നായാൽ മാത്രം കേട്ടോ. അപ്പോൾ ഇവിടെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതിന് ഇതിന് ആദം നബി അലൈഹി ഇസ്ലാമിന് ആദം എന്നതിന് വ്യാഖ്യാനിച്ചതാണ്. മാത്രമല്ല അതുപോലെ നാമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നൊക്കെ പറഞ്ഞതാണ് ഇവിടെ. ഇനി സയ്യിദ്ന ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്ന വിശദീകരണത്തിലേക്ക് നോക്കാം. സയ്യിദ്ന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വിശദീകരണം എത്ര ആയത്തിലുള്ളതാണെന്ന് മറ്റ് വിശദീകരണങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുറഞ്ഞ വാക്കുകളേ ഉള്ളൂ, പക്ഷെ ആ വാക്കുകളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. മറ്റ് വ്യാഖ്യാനങ്ങളൊക്കെ അവിടെ ഇവിടെ എന്തൊക്കെയോ ഒരു മുട്ടി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. എന്നാൽ അഹമ്മദ് തിജാനി തങ്ങളെ വ്യാഖ്യാനം കറക്റ്റ് ആ പോയിന്റിലേക്കാണ്. കുറച്ച് വാക്കുണ്ടെങ്കിൽ പോലും ലിഅന്നഹു നാശിഉൻ അൻഹു, കാരണം അത് നാശിഉൻ അൻഹു അതായത് എല്ലാ അറിവുകളും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതാണ്. ഫമാ ഫി ആലമി ഷഹാദത്തി ഷൈഉൻ, ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല ഇല്ലാ കാന ഗൈബൻ, അത് മുമ്പ് മറഞ്ഞതായിരുന്നു. സുമ്മ ലഹറ ഫി ഷഹാദ, പിന്നെ അത് വെളിവായതായിട്ടല്ലാതെ. അപ്പോൾ മുമ്പ് മറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വെളിവായത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാത്തതായിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് കാല. അപ്പോൾ ഇവിടെ പറയപ്പെടുന്ന ലക്ക അങ്ങേക്കുണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് ദവാത്തുൽ മഅലൂമാതി മിനൽ ആലമിൽ ഗൈബ്, മറഞ്ഞ ലോകത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളുടെയും സത്ത അങ്ങേക്കുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അഹാത്ത് ബിഹ ഇൽമൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമ് അറിവ് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നുണ്ട്. ബി ജമീഅ കുല്ലിയാതിഹ, അതിൻ്റെ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. വ ജുസിയാതിഹ, അതിൻ്റെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. വ മുറക്കിബാതിഹ, സംയുക്തമായ രൂപങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. വ ബസായിതിഹ, അതിൻ്റെ ലളിതമായ രൂപങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. വ മുഫ്രദാതിഹ, അതിലൊറ്റക്ക് ഉൾക്കൊള്ളുന്നുണ്ട്. മുതഅദ്ദിദാതിഹ, എണ്ണം കൂടുതലായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. വ ജിനാസിഹ വ അൻവാഹിയ, വ്യത്യസ്ത തരങ്ങളും ഭാവങ്ങളുമായി ഉൾക്കൊള്ളുന്നുണ്ട്. വ ഹവാസിഹ, അതിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നുണ്ട്. വ തഅസീരിഹ, അതിൻ്റെ എഫക്റ്റില്ലേ അതിൻ്റെ സ്വാധീനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. വ അഹ്കാമി, അതിൻ്റെ വിധികളിൽ ഉൾപ്പെടുന്നുണ്ട്. വ ലവാസിമിഹ, അതിൻ്റെ അനിവാര്യതകളിൽ ഉൾപ്പെടുന്നുണ്ട്. വ മുക്തലയാതിഹ, അതിൻ്റെ താല്പര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് അറിവ് എന്ന വിഷയത്തിൻ്റെ പരിധിയിൽ വരുന്ന എന്തൊക്കെ ഉണ്ടോ മൊത്തത്തിലും ഭാഗികമായിട്ടും അറിവായിട്ട് നമുക്ക് അറിയപ്പെടുന്ന എന്തും അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിവിൽപ്പെട്ടതാണ്. ഫർദൻ വ ഫർദൻ, അതിൽ ഓരോന്നെടുത്താലും ജുംലത്തൻ വ തഫ്സീലൻ, മൊത്തത്തിലെടുത്താലും ഭാഗികമായി എടുത്താലും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലം യഅസുബ് അൻഹു ശൈഉൻ മിൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിവിൽ നിന്ന് ഒരു കാര്യം പോലും പുറത്തേക്ക് പോയിട്ടില്ല. ഒരു അറിവും വിശ്വാസങ്ങൾക്ക് ഇല്ലാത്തതായിട്ട്, ഇവിടെയുള്ള ഒന്നിനെക്കുറിച്ച് ഒരു അറിവും വിശ്വാസങ്ങൾക്ക് ഇല്ലാത്തതായിട്ടില്ല, ഒരു കാര്യത്തെക്കുറിച്ചും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിവ് ഇത്രയേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങൾക്ക് ഇതറിയില്ല അതറിയില്ല അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം എന്നൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ വിശ്വാസങ്ങളെ കാര്യമായി ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ഈ പ്രപഞ്ചത്തിലെ ഒരു അറിവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിലൊരു അണുമണിത്തൂക്കം പോലും വിശ്വാസങ്ങൾ അറിവിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. വഇൽമുഹു ഫി ഹാദൽ മൈദാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മേഖലയിലുള്ള അറിവ് ഹുവ ഇൽമുഹു ബിസ്സിഫാത്തിൽ ഇലാഹിയ, അതിൽ ഇലാഹിയായ സിഫാത്തുകളെ കുറിച്ചുള്ള അറിവാണ്. അസ്മാ റബ്ബാനിയ, റബ്ബാനിയായ അസ്മാകളെ കുറിച്ചുള്ള അറിവാണ്. ഫൈനഹ മിൻ ഇൽമി ബില്ലാ, അത് അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ടതാണ്. ലിഅന്നഹു മാ ഫി വുജൂദി ദുർറത്തുൻ മിനൽ ഖൗനി ഫമാ ഫൗഖഹ, കാരണം ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഒരു അണുപോലും ഇല്ല, അതിൻ്റെ മുകളിൽ ഒന്നുമില്ല. ഇല്ലാഹിയ സിഫത്തു മിൻ സിഫാത്തിഹി, അത് അള്ളാഹുവിൻ്റെ സിഫത്തിൽ നിന്നുള്ള സിഫത്തല്ലാതെ. ഇസ്മും മിൻ അസ്മാഇ സുബ്ഹാനഹു തആല, അള്ളാഹുവിൻ്റെ ഇസ്മിൽ നിന്നുള്ള ഇസ്മല്ലാതെ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെയുള്ള എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള അറിവ് എന്നത് അത് അള്ളാഹിൻ്റെ സിഫാത്തിലൂടെയുള്ള അറിവാണ്, അസ്മാകളിലൂടെയുള്ള അറിവാണ്.
എന്നാൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല അള്ളാഹിൻ്റെ അസ്മാവ് സിഫാത്തിന് വെളിവാക്കിയിട്ടല്ലാതെ. അപ്പോൾ ഇവിടെയുള്ള ഒന്നും വിശ്വാസങ്ങൾ ഇതിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഹാദിഹി ഹാദത്തു ബിമഅലൂമാതി, ഇതാണ് അറിയപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. വഹിയൽ മുസമ്മിയാത്ത്, അത് നാമകരണം ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളാണ്. അതായത് ഇവിടെ പേര് നൽകപ്പെട്ട നാമകരണം ചെയ്യപ്പെട്ട എന്തൊക്കെ ഉണ്ട് അതൊക്കെ വിശ്വാസങ്ങൾ അറിവിൽപ്പെട്ടതാണ്. എന്നെല്ലാം പേര് നൽകപ്പെട്ടതാണ്. വമിൻഹ ലി ആദമൽ അസ്മാഉ, അതിൽ നിന്നാണ് ആദം നബി അലൈഹി ഇസ്ലാമിന് അസ്മാവുകൾ പഠിപ്പിക്കപ്പെട്ടതെന്ന് പറയുന്നില്ലേ. ഐ മിൻ അവാലിമിൽ ഗൈബി മിൻഹാ ലി ആദമൽ അസ്മാഉ ദൂന ജമീൽ മുസമ്മിയാത്ത്, അതിൽ നിന്നാണ് ആദം നബി അലൈഹി സ്വലാമിന് അറിവ് നൽകപ്പെട്ടത്, അസ്മാവുകൾ പഠിപ്പിക്കപ്പെട്ടത് ദൂന ജമീൽ മുസമ്മിയാത്ത്. എന്നാൽ ആ പേര് നൽകപ്പെട്ട ഒന്നിനെ ആദം നബി അലൈഹി സ്വലാമിന് അറിയിച്ചു കൊടുത്തിട്ടില്ല. പേരുകൾ അറിയാം, വിശേഷണങ്ങൾ അറിയാം, വസ്തുവിനെ അറിയാം, ഒക്കെ അറിയാം, പക്ഷെ ആ ഒന്നിനെ അറിയില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ താഴെ വിശദീകരിക്കുന്നുണ്ട്. യൂറദു ഹാഹുന ഇത്തിറാദുൻ, ഇവിടെ ഒരു ആക്ഷേപം, ഒരു ചോദ്യം, ഒരു സംശയം ഉന്നയിച്ചേക്കാം. എന്താണ്? അൻ യുക്കാല, അങ്ങനെ പറയപ്പെടുകയാണ്. ഇന്ന ആദം അലൈഹിസ്സലാം കാന ഖലീഫത്തൻ, ആദം നബി അലൈഹി സ്വലാം അള്ളാഹിൻ്റെ ഖലീഫയാണ്. വഖുതുബൻ മുത്തസദ്ദിഫൻ, ആദം നബി അലൈഹി സ്വലാം ഖുതുബു ആണ്. മുത്തസദ്ദിഫൻ ഫി ജമീൽ മംലക്കത്തിൽ ഇലാഹിയ, അള്ളാഹുവിൻ്റെ ലോകത്ത് അള്ളാഹുവിൻ്റെ അധികാരത്തിലുള്ള എല്ലാത്തിനെയും തസറുഫാത്ത് ചെയ്യുന്ന, ആത്മീയമായ കൈകാര്യം ചെയ്യുന്ന ഖുതുബുമാണ് ആദം അലൈഹി സ്വലാം എന്നിരിക്കെ ലാ യുദ്ഫു തസറുഫു ഫി ഷൈൻ, അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിൻ്റെ തസറുഫാത്തിൽ നിന്ന്, ആത്മീയമായ കൈകാര്യത്തിൽ നിന്ന് ഒന്നും പുറത്തു പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ വൈഹാത്തത്തു ലത്തി ദക്കർനാഹാ ഫീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസമ്മിയാത്ത്, ഇവിടെ നാമകരണം ചെയ്യപ്പെട്ട എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിവിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഈ കുത്തുബിൻ്റെ അറിവിൽ പെടുമല്ലോ. ഇന്നമാ ഹിയ ലികുല്ലി കുത്തുബിൻ ഫിൽ വുജൂദ്, അത് ഈ വുജൂദിലുള്ള എല്ലാ കുത്തുബിൻ്റെയും വിശേഷണമല്ലേ. പിന്നെ ആദം ഇലാ നഫഹത്ത് ഫിസ്സൂർ, ആദം നബി അലൈഹി സ്വലാം മുതൽ സൂർ എന്ന കാഹളം മുഴങ്ങുന്നവരെയുള്ള എല്ലാ കുത്തുബുകളും ഇതേ അവസ്ഥയിൽ തന്നെയല്ലേ. അവർക്ക് എല്ലാത്തിനെയും, എല്ലാ വസ്തുവിനെയും അറിയില്ലേ. ഒരു വസ്തുവും ആ കുത്തുബിലൂടെ അല്ലാതെ ഇവിടെ ചലിക്കുന്നില്ലല്ലോ. വഹിയ വാഖിഅത്തുൻ ലികുല്ലി കുത്തുബിൻ, ഇത് എല്ലാ കുത്തുബിൻ്റെ അവസ്ഥ അല്ലേ. ലാ യശുദ്ദു അൻ കുതുബി ഷൈഉൻ മിൻഹാ, കുത്തുബിൽ നിന്നും ഒന്നും പുറത്തു പോകില്ലല്ലോ. ഫിൽ വുജൂദി തസറുഫൻ വ ഇൽമൻ, ഈ പ്രപഞ്ചത്തിൽ കൈകാര്യം ചെയ്യുന്നതായിട്ടും അറിവുള്ളതായിട്ടുമായിട്ട് ഒന്നും പുറത്തേക്ക് പോകില്ലല്ലോ. ഫകൈഫ നഫഅ അൻ ആദമ ഇൽമു ബിൽ മുസമ്മിയാത്ത്, അപ്പോൾ എങ്ങനെയാണ് ഈ വസ്തുക്കൾ, ആ നാമകരണം ചെയ്യപ്പെട്ട ആ ഒന്നുണ്ടല്ലോ, അത് ആദം അലൈഹി ഇസ്ലാമിൽ നിന്ന് പുറത്താന്ന് എങ്ങനെ പറയാം? ആദം നബി അലൈഹി ഇസ്ലാമിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയാം. മാ കൗനിഹി കുത്തുബൻ വ ഖലീഫത്തൻ, അത് ആദം നബി അലൈഹി ഇസ്ലാം കുത്തുബും ഖലീഫയായിരിക്കെ. അപ്പം നമുക്ക് തോന്നല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമുക്കൊരു സംശയം ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന അള്ളാഹുവിൻ്റെ ഖലീഫയാകുന്ന കുത്തുബ്, ആ കുത്തുബിലൂടെയാണ് ആ കുത്തുബിൻ്റെതാണ് ഈ പ്രപഞ്ചത്തിലെ, വിശ്വാസങ്ങളാകുന്ന കുത്തുബിൻ്റെതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം. വിശ്വാസങ്ങളാകുന്ന കുത്തുബിലൂടെയാണ് പ്രപഞ്ചത്തിലെ എല്ലാം ചലിക്കുന്നത്. ആ കുത്തുബിൻ്റെ അറിവിലാണ് ഇവിടെ എല്ലാം ഉള്ളത്. ആ കുത്തുബിലൂടെയാണ് എല്ലാം നടക്കുന്നത്. എന്നിരിക്കെ അത് അങ്ങനെയാണെന്ന് പറയുമ്പോഴും ആദം നബി അലൈഹി സ്വലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഓരോ കാലഘട്ടത്തിൽ കുത്തുബുണ്ടല്ലോ. അപ്പോൾ ആ കുത്തുബിന് ഇതേ വിശേഷണമല്ലേ, അവരിലൂടെ തന്നെയല്ലേ ആ കാലഘട്ടത്തിലെല്ലാം സഞ്ചരിക്കുന്നത്. അവർക്ക് അറിവില്ലാത്ത ഒന്നും ആ സമയത്തില്ലല്ലോ. അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ലല്ലോ. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ. അഹമ്മദ് കബീർ റിഫായി തങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ലേ. അങ്ങനെ തുടങ്ങിയ പ്രശസ്തരായ അക്കതാബിങ്ങളൊക്കെ ആ അവസ്ഥയിലല്ലേ. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന ഏറ്റവും പരമോന്നതമായ ആ കുത്തുബിന് എങ്ങനെയാണ്, അതിൻ്റെയും ഇതിൻ്റെയും ഡിഫറൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്കൊക്കെ ഉണ്ടാകുന്ന ചോദ്യമാണ്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? റസൂലുള്ളാഹിയുടെ ഇൽമും ആ ഇൽമും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? ജവാബു അൻ ഹാദ ഇഹ്തിറാദ്, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മാരിഫത്തിൻ്റെ ഇൽമുള്ളവർക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള ആൻസർ അവർക്ക് ഭയങ്കര രുചി നൽകുന്നതായിരിക്കും. ജവാബു അൻ ഹാദ ഇഹ്തിറാദ്, ഈ ഒരു
സംശയത്തിനുള്ള മറുപടി ഇതാണ്. ലൈസ ഹുവ ഇല്ലാ ഫീ മഖ്തൂമി ഫൽ മഖ്തൂം. അത് അവർക്കുള്ളത് എന്തല്ല, രഹസ്യമാക്കപ്പെട്ട ഒന്നല്ല. ഹുവ ലഹു സല്ലല്ലാഹു അലൈഹി ശുഹൂദ് ദാത്തുൽ ഉലൂം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത് അറിവിൻ്റെ ദാത്തിൻ്റെ സാക്ഷ്യമാണ്. വഹിയ ദാത്തുൽ അലിയ്യത്തുൽ മുത്തലഖ. അത് ഏറ്റവും ഉന്നതമായ പരമമായ ദാത്താണ്. അല്ലദീ ഇൻതമസത് ഫീഹാ ജമീഉൻ നസബ്. അവിടെ വേറെ ഒന്നുമായിട്ടൊരു ബന്ധവുമില്ല. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് പടക്കപ്പെടുമ്പോൾ ഇവിടെ ഒന്നും പടക്കപ്പെട്ടിട്ടില്ല. സമയം പടക്കപ്പെട്ടിട്ടില്ല, സ്ഥലം പടക്കപ്പെട്ടിട്ടില്ല, ലൗഹം പടച്ചിട്ടില്ല, കലമ് പടച്ചിട്ടില്ല, സ്വർഗവും നരകവും ഭൂമിയും ആകാശവും ഒന്നും പടച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ് മാത്രമേ പടച്ചിട്ടുള്ളൂ, വേറെ ഒന്നും പടച്ചിട്ടില്ല. ആ നൂറിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കപ്പെട്ടത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അപ്പോൾ റസൂലുള്ളാഹി എല്ലാ ഇൽമിനെയും ഉൾക്കൊള്ളുന്നു പറഞ്ഞാൽ ആ റസൂലുള്ളാഹി അറിവ് എന്ന് പറയുന്നത് സൃഷ്ടിക്ക് മുമ്പ് നമ്മളീ പറയുന്ന അറിവ് എന്ന സാധനം സൃഷ്ടിയായി വന്നല്ലോ, ആ വരുന്നതിന് മുമ്പുള്ള എല്ലാ അറിവാണ്. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ സമയവും കാലവും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ള എല്ലാ അറിവാണ്. അത് അള്ളാഹുവിൻ്റെ ദാത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അള്ളാഹിൻ്റെ ദാത്തിലേക്ക് കണക്റ്റഡ് ആണത്. അതിന് വേറെ നിസ്ബത്തൊന്നുമില്ല, പ്രപഞ്ചത്തിൽ വേറെ കണക്ഷൻ ഒന്നുമില്ല. എന്നാൽ മറ്റ് അക്കതാബിങ്ങളെ ആദം നബി അലൈഹി സ്വലാം മുതൽ നൂഹ് നബി അലൈഹി സ്വലാം മുതൽ മൂസാ നബി അലൈഹി സ്വലാമും ഈസാ നബി അലൈഹി സ്വലാമും അങ്ങനെയുള്ള നബിമാരും പിന്നെ ഈ വിശ്വാസങ്ങൾക്ക് ശേഷമുള്ള അക്കതാബിങ്ങളായ ആളുകളും ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനിയോ പിന്നെ അബുൽ ഹസൻ ഷാദിനി തുടങ്ങി ഈ കുത്തുബുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന പരമമായ കുത്തുബല്ലാത്ത ബാക്കി എല്ലാ കുത്തുബുകൾക്കും അവരുടെ അറിവ് എന്ന് പറയുന്നത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന പ്രകാശത്തിൽ നിന്ന്, ആ സത്തയിൽ നിന്ന് വന്ന അറിവുണ്ടല്ലോ, അതാണ്. അപ്പോൾ അവരെല്ലാത്തിനും ഉൾക്കൊള്ളുന്നു പറഞ്ഞാൽ ആ സത്തയിൽ നിന്ന് വന്ന എല്ലാത്തിനും ഉൾക്കൊള്ളുന്നു എന്നാണ്. റസൂലുള്ളാഹികളെല്ലാം ഉൾക്കൊള്ളുന്നു പറഞ്ഞാൽ റസൂലുള്ളാഹികൾ ഉൾക്കൊള്ളുന്ന സമയത്ത് ഇവിടെ ഇതൊന്നും പടക്കപ്പെട്ടിട്ട് തന്നെയല്ല. അപ്പോൾ അത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. വഅൻഹാ ഇൻഷാഉ ജമീഉൽ ഉലൂം. ആ സത്തയിൽ നിന്നാണ് എല്ലാ അറിവും പൊട്ടിപ്പുറപ്പെട്ടത്. വൽ മആരിഫ്, എല്ലാ മാരിഫത്തും അതിൽ നിന്നാണ് ഉണ്ടായത്. വൽ മറാത്തിബ്, എല്ലാ മർത്തബുകളും അതിൽ നിന്നാണ് ഉണ്ടായത്. വൽ മക്കാമാത്ത്, എല്ലാ മക്കാമുകളും അതിൽ നിന്നാണ് ഉണ്ടായത്. വൽ അസ്റാർ, എല്ലാ രഹസ്യങ്ങളും അതിൽ നിന്നാണ് ഉണ്ടായത്. വൽ ഖവാസ്, എല്ലാ പ്രത്യേകതകളും അതിൽ നിന്നാണ് ഉണ്ടായത്. വൽ ഫുയൂലാത്ത്, എല്ലാ ആത്മീയമായ പ്രവാഹങ്ങളും അതിൽ നിന്നാണ് ഉണ്ടായത്. വ തജല്ലിയാത്ത്, എല്ലാം ആത്മീയമായ തജല്ലിയാത്തുകൾ അതിൽ നിന്നാണ് വെളിവായത്. വ തർക്കിയാത്ത്, എല്ലാ തർക്കിയാത്തുകളും അതിൽ നിന്നുണ്ടായത്. ഇതൊക്കെ അതിൽ നിന്ന് ഉണ്ടായിത്തീർന്നതാണ്. അപ്പോൾ മറ്റു കുത്തുബുകൾക്കൊക്കെ വരുന്നത് മനസ്സിലാവുന്ന ആ ഉണ്ടായിത്തീർന്ന കാര്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്ന് മാത്രമേ ഉള്ളൂ. ആ ഉണ്ടായ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിനെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. വഹിയ ദാത്തുൻ, അവിടെ അണ്ടർലൈൻ ഇടേണ്ട കാര്യമാണത്. വഹിയ ദാത്തുൻ, അത് റസവാസങ്ങളെ ഇൽമു ദാത്ത്, അതിൻ്റെ സത്തേലാണ്. മർത്തബത്ത് ഷുഹൂദ് വൽ വുജൂദുൽ മുത്ലഖ്, ആ ദാത്തിലാണ് സിർഫുൽ മർത്തബത്ത് റസവാസങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതും ആ മുത്തലക്കായ അവസ്ഥയിലാണ് സാക്ഷ്യം വഹിക്കുന്നത്. വമിൻഹാലി ആദമുൽ അസ്മാ, എന്നാൽ ആദം നബി അലൈഹി സ്വലാം എല്ലാ അസ്മാവുകളും ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മർത്തബത്ത് ഷുഹൂദ്, അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. മർത്തബയാണത്, മറ്റേത് ദാത്താണ്, ഇത് മർത്തബയാണ്. മറ്റാ സത്തയിലുള്ളതാണ്, ഇതിൻ്റെ ഒരു സ്ഥാനത്ത് വന്നതാണ്. അതായത് ഒരു സ്കൂളിലൊരു പ്രിൻസിപ്പാൾ ഉണ്ടാവും. യഥാർത്ഥത്തിൽ ആ പ്രിൻസിപ്പാളാണ് എല്ലാ കാര്യവും കൈകാര്യം ചെയ്യണത്. എന്നാൽ ആ പ്രിൻസിപ്പാൾ അസാന്നിധ്യത്തിൽ, പ്രിൻസിപ്പാൾ വന്നിട്ടില്ലാത്ത ദിവസം ചിലപ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു ആക്ടിങ് പ്രിൻസിപ്പാൾ ഉണ്ടാവും. ആ ആക്ടിങ് പ്രിൻസിപ്പാളും അയാൾ തന്നെയാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. പക്ഷേ ആക്ടിങ് പ്രിൻസിപ്പാള് ആ പ്രിൻസിപ്പാളെ മുകളിൽ ആക്ട് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നത്. അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ പ്രിൻസിപ്പാൾ വന്നാൽ പിന്നെ ഇയാൾക്ക് അവിടെ പ്രസക്തിയില്ല, അയാൾ അണ്ടറിലാവും, പ്രിൻസിപ്പാൾ അണ്ടറിലാവും. അപ്പോൾ അതൊരു മർത്തബയാണ്. അത് ആ മർത്തബ മറ്റേത് ദാത്ത അതിൻ്റെ സത്തയിലാണ്. മറ്റേ ആ ഒറിജിനൽ പ്രിൻസിപ്പാൾ തന്നെ അതിൻ്റെ സത്തയിലുള്ള പ്രിൻസിപ്പാളാണ്. ഇദ്ദേഹം ആ സ്ഥാനത്ത് കയറി നിൽക്കുന്ന ആളെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമ് എന്ന് പറയുന്നത് അത് അള്ളാഹു ഈ പ്രപഞ്ചമൊക്കെ പടക്കപ്പെടുന്നതിന് മുമ്പ്, അള്ളാഹു സൃഷ്ടിച്ച
ആ പ്രകാശത്തിൻ്റെ ഇൽമാണ്, അത് ദാത്തിയായ ഇൽമാണ്. എന്നാൽ മറ്റു കുത്തുബുകളുടെ ഇൽമ് എന്ന് പറഞ്ഞാൽ ആ ദാത്തിൽ നിന്ന് പുറപ്പെട്ട ഇൽമുകളൊക്കെയാണ്. രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട്. ഫൈന അലൈഹി സ്വലാത്തു മാ അറഫ മിൻ റബ്ബിഹി, കാരണം ഫൈനഹു ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം മാ അറഫ മിൻ റബ്ബിഹി, റബ്ബിൽ നിന്ന് അറിഞ്ഞിട്ടില്ല സിഫാത്തി വൽ അസ്മാ, ആ സത്തയുടെ സിഫാത്ത് അസ്മാകളല്ലാതെ. വദ്ദാത്തു അൻഹു ഐബൻ, എന്നാൽ അതിൻ്റെ ദാത്ത് ഓർക്കും അറിയില്ല. വഖദാ ജമീൽ നബിയുൽ മുർസലീൻ, അതുപോലെ തന്നെ എല്ലാ നബിമാരും മുർസലീങ്ങളും. ഇത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഈ ഒരു വിശദീകരണം ഉണ്ടല്ലോ, വളരെ വ്യക്തമായ ഒരു വിശദീകരണമാണ് ഇതിൽ. കാരണം ഈ വിശദീകരണം ഇതിൽ ഇബ്നു അജീബ് തങ്ങളൊക്കെ വിശദീകരിക്കുന്നിടത്ത് അവർ പറയുന്നത് എന്താണെന്നാൽ, ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട ഉമാം ബൂസൂരി റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ പറഞ്ഞ കാര്യമല്ല ശരി, അവിടെ വേറെ രൂപത്തിലാണ് വേണ്ടതെന്നൊക്കെ പറയുന്നതാണ് ഒരു വിശദീകരിക്കുന്നത്. എന്നാൽ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അതിൻ്റെ ആയത്തിലേക്ക് ഇറങ്ങിയിട്ട് അതിന് വേർതിരിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ വരികളും ശൈഖിൻ്റെ വിശദീകരണവും ആകുമ്പോൾ അതിന് വളരെ രുചി ഏറും. മറ്റേത് ഒരു പറയണത് ഇത് ഒരു പരിധി വരെ ഇത് ഓക്കെയാണ്, പക്ഷേ അതിൻ്റെ അപ്പുറത്തെ വ്യാഖ്യാനമാണ് കുറച്ചും കൂടി നല്ലത്, കുറച്ചും കൂടി ഉചിതം എന്നൊക്കെ രൂപത്തിലാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ഇനി ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വിശദീകരണത്തിലേക്ക് നോക്കാം. ലാ ശക്ക, സംശയമില്ല, അന്ന സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദ് ഹസ്സഹുല്ലാഹു ബി ഉലൂമുൽ ദാത്തിയ, അല്ലാഹു തആല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ദാത്തിയായ എല്ലാ അറിവുകളും കൊടുത്തിട്ടുണ്ട്. വഅസ്റാർ റബ്ബാനിയ, അതുപോലെ റബ്ബാനിയായ രഹസ്യങ്ങൾ ദാത്തി. ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദാത്തിയായ ഉലൂമു എന്ന് പറഞ്ഞാൽ ഹഖായിക്കുമായി ബന്ധപ്പെട്ട ഇൽമ്. അസ്റാർ റബ്ബാനിയ എന്ന് പറഞ്ഞാൽ റബ്ബാനിയായ അസ്റാറുകൾ എന്ന് പറയുന്നത് ബക്കാവിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവർ അനുഭവിക്കുന്നത്. വൽ മവാഹിബുൽ ലദുന്നിയ എന്ന് പറഞ്ഞാൽ അതിലവർക്ക് അനുഭവപ്പെടുന്ന അറിവുകൾ, അതിലേക്ക് കണക്ട് ചെയ്യുന്ന പിന്നെ ലദുന്നിയായ ഇൽമുകളാണ്. അസ്റാറുൽ ഹഖായിഖൽ ഇർഫാനിയ എന്ന് പറഞ്ഞാൽ കൂടുതലും മാരിഫത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പരിപൂർണാർത്ഥത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. വഖദ് അത്ലാഹുല്ലാഹു അലാ അസ്റാറിൽ മഖ്നൂനാത്ത്, ഈ പ്രപഞ്ചത്തിൽ ഒളിച്ചു വെക്കപ്പെട്ട എല്ലാത്തിൻ്റെ രഹസ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തുറന്നു കൊടുത്തിട്ടുണ്ട്. വകശ്ഫ ലഹു അൻ ഹഖായിഖൽ മുഖവ്വിനാത്ത്, ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഅഖ്ബറ ബിമാ കാന വമാ ഹുവ ആതിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി പഠിപ്പിക്കപ്പെടുകയും അത് റസൂലുള്ളാഹി അതിലേക്ക് സൂചന നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫഖററ ഉലൂമുശ് ശറാഇ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ശരീഅത്തിൻ്റെ ഇൽമ് സ്ഥാപിച്ചിട്ടുണ്ട്. അൽ മുഖദ്ദമത്തി അൻ റുസുൽ, റസൂലുള്ളാഹി മുമ്പ് വന്ന നബിമാരുടെ എല്ലാ ശരീഅത്തും മിൻ ഖുറൂനി സാലിഫത്തി, റസൂലുള്ളാഹിക്ക് മുമ്പ് വന്ന കാലഘട്ടത്തിലുള്ള എല്ലാ ശരീഅത്തിൻ്റെയും അടിത്തറ റസൂലുള്ളാഹിയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊക്കെ റസൂലുള്ളാഹി അറിവിൽ നിന്നാണല്ലോ. വഖിസസുൽ ഉമമിൽ മാദിയ, വരാനിരിക്കുന്ന സമൂഹങ്ങളെക്കുറിച്ച് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. വഅല്ലമുഹുല്ലാഹ ഹവാസൽ അസ്മാ വൽ അസ്റാറഹ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഹവാസുൽ അസ്മാ, അസ്മാകളുടെ പ്രത്യേകതകൾ, വഅസ്റാറഹ അതിൻ്റെ രഹസ്യങ്ങൾ, തഫാരി ശരീഅത്തി ശരീഅത്തിൻ്റെ വ്യത്യസ്തമായ ശാഖകൾ, വഅൻവാഹ അതിൻ്റെ വ്യത്യസ്ത വിഭാഗങ്ങൾ, ഇതെല്ലാം റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യുഹാതിബു കുല്ല ഖൗമിൻ, എല്ലാ സമൂഹങ്ങളോട് റസൂലുള്ളാഹി സംസാരിക്കുമായിരുന്നു. ബിലുഗാതിഹിം, അവരുടെ സംസാരത്തിൽ, അവരുടെ ഭാഷയിൽ. റസൂലുള്ളാഹിക്ക് എല്ലാ ഭാഷയും അറിയായിരുന്നു. അതിനർത്ഥം എല്ലാ സമയത്തും എല്ലാ വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചിരുന്നു എന്നല്ല. റസൂലുള്ളാഹി അവരോടൊക്കെ അറിയാമായിരുന്നു എന്നുള്ള, റസൂലുള്ളാഹിക്ക് അത് അറിയാമെന്നുള്ള സൂചനകൾ റസൂലുള്ളാഹി നൽകുമായിരുന്നു എന്നാ. ഒരിക്കൽ യമൻ എന്നുള്ള ഒരാൾ വന്ന സമയത്ത് അവിടുത്തുകാർ മാത്രം സംസാരിക്കുന്ന ചില ഭാഷാ പ്രയോഗങ്ങളൊക്കെ റസൂലുള്ളാഹി അവർക്ക് മറുപടിയായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ എത്യോപ്യയിൽ നിന്ന് ഒരാൾ ഒരു അടിമ സ്ത്രീ അവിടെ നിന്ന് വന്ന സമയത്ത് എത്യോപ്യക്കാർ മാത്രം സംസാരിക്കുന്ന ചില വാക്കുകൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിലൊക്കെ കാണാം. ഇതിൽ നിന്ന് മഹത്തുക്കൾക്ക് മനസ്സിലായ കാര്യം എന്താ,
ഇതിനർത്ഥം റസൂലുള്ളാഹിങ്ങൾക്ക് എല്ലാ അറിവും ഉണ്ടായിരുന്നു, റസൂലുള്ളാഹിങ്ങൾക്ക് എല്ലാ ഭാഷയും അറിയായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ബാഹ്യം, ഇങ്ങനെയൊക്കെയാണ് റസൂലുള്ളാഹികൾ ആന്തരികമായ അവസ്ഥയെങ്കിലും റസൂലുള്ളാഹികൾ അത് കാണിക്കുമായിരുന്നില്ല. റസൂലുള്ളാഹികൾക്ക് ട്രാൻസ്ലേറ്റർമാരുണ്ടായിരുന്നു, പിന്നെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുടെ എഴുത്തുകാരുണ്ടായിരുന്നു, അറബി മാത്രമായിരുന്നു സംസാരിച്ചിരുന്ന അധിക സമയവും. അതുപോലെ തന്നെ എല്ലാ കാലഘട്ടത്തിലെ അഖതാബിങ്ങളും ഓരോ നമ്മൾ വിചാരിക്കും ഓർക്ക് എല്ലാ ഭാഷയും അറിയാന്ന് പറഞ്ഞാൽ എല്ലാം സംസാരിക്കാന്നല്ല. ഓരിങ്ങനെ ചിലത് നല്ല ഫ്ലുവൻ്റായി സംസാരിക്കും, ചിലതിങ്ങനെ തപ്പിത്തടഞ്ഞ് പറയും. അത് അവരുടെ രീതിയാണ്. വിശ്വാസങ്ങൾ എങ്ങനെയാണോ ഇതിനെ പ്രകടമാക്കിയത് അതുപോലെ ഒരു പ്രകടമാക്കും. അവരെല്ലാം അറിഞ്ഞിങ്ങനെ സംസാരിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു നേരായ ഒരു രീതിയല്ല. അങ്ങനെയല്ല ഈ ആളുകളൊന്നും പ്രവർത്തിക്കാം. വിശ്വാസങ്ങൾ മറപിടിച്ചല്ലോ, ഒരു ഭാഷ മാത്രം സംസാരിച്ചിട്ടും ട്രാൻസ്ലേറ്റർമാരെ വെച്ചിട്ടും. വിശ്വാസങ്ങൾ അങ്ങനെയായിരുന്നു. ഏത്തക്കല്ലമ്മ മാക്കുല്ലു ഉനാസിം ലിസാനിഹിം, വിശ്വാസങ്ങൾ എല്ലാ മനുഷ്യന്മാരോടും അവരുടെ മാതൃഭാഷ അനുസരിച്ച് സംസാരിച്ചിരുന്നു. അതാണ് എല്ലാ സമയത്തും അല്ല, സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് സംസാരിച്ചിരുന്നു, അത് അറിയുമെന്ന രൂപത്തിൽ. ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുൽ ജമീഅ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ആളുകൾക്കുള്ള റസൂലാണ്, ഏതെങ്കിലും ഒരു കൂട്ടത്തിലേക്കുള്ള മാത്രമല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി, ഒരു റസൂലിനെ അള്ളാഹു അയച്ചിട്ടില്ല ഇല്ലാ ബിലിസാനി ഖൗമിഹി, അവരുടെ കൗമിൻ്റെ ഭാഷ കൊണ്ടല്ലാതെ. ഇപ്പോൾ മലയാളികളിലേക്ക് പണ്ട് കാലത്ത് റസൂലുള്ളാഹികളെ മുമ്പ് ഒരു നബി വന്നിട്ടുണ്ടായിരുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു സംസാരിക്കുക മലയാളം ഭാഷയായിരിക്കും. അപ്പോൾ ഓരോ കൗമിലേക്കും അള്ളാഹു ഒരു റസൂലിനെ അയക്കുന്നത് അവരുടെ ഭാഷ സംസാരിക്കുന്ന ആളായിട്ടായിരിക്കും. അപ്പോൾ റസൂലുള്ളാഹികൾ അയച്ചതോ ഈ പ്രപഞ്ചത്തിന് മൊത്തമാണ്, ഒട്ടുക്കെ ഉള്ള റസൂലായിട്ടാണ്. അവർ ഈ പ്രപഞ്ചത്തിൽ സംസാരിക്കപ്പെടുന്ന എല്ലാ ഭാഷയും ഇപ്പോൾ റസൂലുള്ളാഹികൾക്ക് അറിയണമല്ലോ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയെങ്കിൽ റസൂലുള്ളാഹികളെ വാരിസ്യങ്ങളായ ആളുകൾക്ക് ഇതൊക്കെ അറിയും, പക്ഷെ അവരത് കാണിക്കില്ല എന്ന് മാത്രം. വലിദാലിക അശാറ ശൈഖു ബിഖൗലിഹി, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റസൂലുള്ളാഹികൾക്ക് അതറിയും, റസൂലുള്ളാഹികളെ അനന്തരാവകാശികൾക്ക് അറിയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നേരത്തെ പറഞ്ഞു. അത് ഒന്ന് ദാത്തിയാണ്, മറ്റേ അതിൻ്റെ മർത്തബയിലാണ് എന്ന വ്യത്യാസം പോലെ ഇരിക്കും. വലിദാലിക അശാറ ശൈഖു ബിഖൗലിഹി, ഇതാണ് ഷെയ്ഖ് പറഞ്ഞത്, ലക്കദാത്തുൽ ഉലൂം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്കുള്ളതാണ്, എല്ലാ അറിവുകളുടെയും സത്ത അങ്ങേക്കുള്ളതാണ്. ഐ സബത്തലക്ക, അങ്ങേക്ക് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ലാലി ആയിരിക്ക ഹഖായിക്കൽ ഉലൂമു റബ്ബാനിയ, റബ്ബാനിയ എല്ലാ അറിവുകളുടെയും യാഥാർത്ഥ്യം അങ്ങേക്ക് ആണ് സ്ഥാപിക്കപ്പെട്ടത്, വേറെ ആർക്കും അല്ല. വതജല്ലിയാത്തി ദാത്തിയ, ദാത്തിന്റെ തജല്ലി മുഴുവൻ അങ്ങേക്കുള്ളതാണ്, വേറെ ആർക്കുള്ളതല്ല. വകുശൂഫാത്തിൽ ഇയാനിയ, നേരിട്ട് കണ്ട് അനുഭവിക്കുന്ന രൂപത്തിലുള്ള കശ്ഫുകൾ അത് അങ്ങേക്ക് മാത്രമുള്ളതാണ്, വേറെ ആർക്കുമല്ല. വഹിയ മവാഹിബുല്ലാഹിൽ ഫതഹിയ, അത് ഫതഹ് കൊണ്ട് ലഭിക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള സമ്മാനങ്ങളാണ്. അല്ലത്തി തുരിദു അലൽ ഖുലൂബ്, അത് ഹൃദയങ്ങളിലേക്ക് കടന്നു വരും. മിൻ ഹസാഇനി അല്ലാമുൽ ഖുയൂബ്, അല്ലാമുൽ ഖുയൂബായവന്റെ ഖജനാവുകളിൽ നിന്ന്. വയുഅബ്ബറു അൻഹാ ഫി ഹഖി റുസുലി ബിൽ വഹി, അത് മുർസലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വഹി എന്ന് പറയപ്പെടും. വഫി ഹഖിൽ ഔലിയ ഇൽഹാം, ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഇൽഹാം എന്ന് പറയപ്പെടും. അപ്പോൾ ഇതൊക്കെ ഫതഹിയായി അവർക്ക് ലഭിക്കുന്ന അറിവുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫത്ഹ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മളെ ആളുകൾക്ക് ഫത്ഹ് ഉണ്ടായി എന്ന് പറഞ്ഞ പോലെയല്ല, അത് ദാത്തിയായ ഫത്ഹാണ്. അത് നമ്മളെ ഒരു അള്ളാഹിനെ അറിയുന്ന ഒരാളുമായി കമ്പയർ ചെയ്യാനും പോലും അതൊന്നും പറ്റൂല. നമ്മളുടെ ആളുകളുടെ ഒക്കെ ഇതുപോലെ ഫോട്ടോ കോപ്പിയാണ്, മറ്റേ ഒറിജിനലാണ്. വലിദാലിക കാല, അതുകൊണ്ടാണ് കവി പാടിയത് മിൻ ആലമിൽ ഗൈബ്, ആലിമിൽ ഐബ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആലമിൽ ഐബ് എന്നുള്ള പ്രയോഗമുണ്ട്, ആലിമിൽ ഐബ് എന്നുള്ള പ്രയോഗമുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് തങ്ങൾ ആലിമിൽ ഐബ് എന്നാണ് അതിനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആലിമിൽ ഐബ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ മിൻ ഫൈലി ആലമിൽ ഐബ്, ആലിമിൽ ഐബ്, അതായത് ആലിമുൽ ഐബായ അള്ളാഹുവിൽ നിന്നുള്ള ഫൈദ് കൊണ്ട്, ആത്മീയ പ്രവാഹം കൊണ്ട്. വഹു അൽ ഹഖ് സുബ്ഹാനഹു വതആല, അത് ഹഖ് സുബ്ഹാനഹു വതആലയാണ്. ആലിമുൽ ഗൈബ് വശഹാദ, എല്ലാ ഗൈബും അറിയുന്നവൻ. ഫൽ ഗൈബു മിൽ മഅന ഗൈബ് വഹുവ മാ ലം യുശാഹദു ഐ ബിനിസ്ബതി ഇലൈന. എന്നാൽ ഇവിടെ ഗൈബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്കറിവില്ലാത്ത കാര്യങ്ങളാണ്, നമ്മളിൽ നിന്ന് മറഞ്ഞതെന്ന് അർത്ഥം. അമ്മാവി നിസ്ബത്തിലില്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലോ
ലില്ലാഹി തആല ഫകുല്ലു മിൻ ആലമി ഷഹാദ. അള്ളാഹ്ക്കെല്ലാം അറിയുന്നതാ. അള്ളാഹ്ക്ക് ആലിമുൽ ഗൈബാണെന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ചില കാര്യങ്ങൾ മറന്നിട്ട് ചില കാര്യം വെളുമ്പോൾ അങ്ങനെ ഉണ്ടോ? അള്ളാഹ്ക്ക് അങ്ങനെ ഇല്ല. അപ്പോൾ ആലിമുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ ആ ഗൈബ് എന്താണ്? അത് നമ്മളുമായി ചേർന്നിട്ടാണ്. അതായത് നമുക്ക് മറഞ്ഞു കിടക്കണമെന്ന് അർത്ഥം. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് മറിഞ്ഞിട്ടല്ല, എല്ലാം വെളിവായിട്ട് തന്നെയാണ്. കാരണം ഇവിടെ എന്തിനാ പിന്നെ അങ്ങനെ അള്ളാഹ്ക്കെല്ലാം അറിഞ്ഞിട്ടാണ് പിന്നെ ആലിമുൽ ഗൈബ് എന്ന് അള്ളാഹിനെ പറ്റി എന്തിനാ പറയണത്? അപ്പോൾ അവിടെ ഗൈബിന്റെ വിജ്ഞാനം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നത് എന്തിനാ? ആ ഇൽമ് കൂടുതൽ വലുതായതും കൂടുതൽ മഹത്വമേറിയത് കൊണ്ടാണ്. അപ്പൊ ചില ഇൽമ് കൂടുതൽ മഹത്വമേറിയതും വലുതായത് കൊണ്ടും അതിനെ ഗൈബ് എന്ന് വിളിച്ചതാണ്. അതുകൊണ്ടല്ല ഖുർആനിൽ അല്ലാഹു പറഞ്ഞു യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂന സ്വലാ, അവർ ഗൈബിൽ വിശ്വസിച്ചവരാണ്. അപ്പോൾ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു 2 തരം ഗൈബുണ്ട്. ഒരു ഗൈബ് എന്താ? നമ്മളിൽ നിന്ന് മറഞ്ഞു കിടക്കുന്നത്, ആഹിറം നമ്മൾ കാണാത്തത്, അതൊക്കെ മറിഞ്ഞെടുക്കണം. അത് ദുനിയാവിൻ്റെ കാര്യമാണ്. അത് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതായത് അത് അറിഞ്ഞുകൊണ്ട് ഒരാൾ വലുതാവുന്നില്ല, അറിയാത്തതുകൊണ്ട് ഒരാൾ ചെറുതാവുന്നുമില്ല. എന്നാൽ ഗൈബായ ആലിമുൽ ഗൈബായ അല്ലാഹ് ഉണ്ട്. അല്ലാഹ് നമ്മളിൽ എപ്പോഴും വെളിവായിട്ടാണ്, പക്ഷെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ അള്ളാഹിനെ കുറിച്ചുള്ള ഇൽമു മനസ്സിലാക്കൽ, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം അത് അള്ളാഹുവിൻ്റെ മാരിഫത്തിൻ്റെ ഇൽമ്, അള്ളാഹുവിൻ്റെ തജല്ലിയുമായി ബന്ധപ്പെട്ട ഇൽമ്, അതാണ് യഥാർത്ഥത്തിൽ ഉന്നതമായ ഗൈബ്. ഒരാൾക്ക് ഗൈബ് അറിയാം, മറിഞ്ഞ കാര്യം അറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അറിയുക, നമ്മളെ സ്വപ്നം അറിയുക, നമ്മളെ ഭാവി അറിയുക, ബോധം അറിയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അതിലിപ്പോൾ എന്ത് കാര്യമുള്ള? അതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഒരാൾക്ക് എന്താ മെച്ചം? അതുകൊണ്ട് ഒരു കാര്യവും കിട്ടാനില്ല. അത് അറിഞ്ഞുകൊണ്ട് ഒരാൾ വലുതാവുന്നില്ല. ഈവൻ കാഫിരിങ്ങൾക്ക് വരെ, ശൈത്താൻ വരെ അതൊക്കെ അള്ളാഹു അറിയിച്ചു കൊടുക്കും ചിലപ്പോൾ. എന്നവിടെ അള്ളാഹു ആലിമുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറിഞ്ഞ കാര്യങ്ങൾ അറിയുന്നല്ല അതിൻ്റെ അർത്ഥം. അതെല്ലാ വിഷയവും അള്ളാഹ്ക്ക് ഗൈബാണ്. അപ്പോൾ ഈ അള്ളാഹ് ഗൈബ് എന്ന് വിശേഷിപ്പിച്ച എന്തായിരിക്കും? അള്ളാഹുവിൻ്റെ മാരിഫത്തിൻ്റെ, അള്ളാഹുവിൻ്റെ തജല്ലിയുമായി ബന്ധപ്പെട്ട ഒക്കെ ഇൽമാണ് അവിടെ ഗൈബ് എന്ന് വിശേഷിപ്പിച്ചത്. അല്ലാഹു തആല പറഞ്ഞു ആലിമുൽ ഗൈബി ഫലാ യദ്ഹറു അലാ ഗൈബിഹി അഹദ. ആലിമുൽ ഗൈബ്, അള്ളാഹു ഗൈബിൻ്റെ ആലിമാണ്. ഫലാ യദ്ഹറു അലാ ഗൈബിഹി അഹദ. അള്ളാഹു അത് ഒരാൾക്കും ഈ ഗൈബ്, ഈ ഒരു മറഞ്ഞ കാര്യം അള്ളാഹു ആർക്കും അറിയിച്ചു കൊടുക്കൂല. ആർക്കും തന്നെ ഒരിക്കലും അറിയിച്ചു കൊടുക്കൂല എന്നല്ല. അവിടെ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അല്ലാഹു തആല തൻ്റെ ചില പ്രത്യേക ദാസന്മാർക്ക് അദൃശ്യ കാര്യങ്ങൾ പലതും ഒളിവാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് ഇതിന് വിരുദ്ധമല്ല. 5 കാര്യങ്ങളുണ്ട് അല്ലാഹു തആല അല്ലാതെ മറ്റാരും അവർ അറിയുകയില്ല എന്ന് അവിടുന്ന് വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കപ്പെട്ടേക്കാം. അതായത് വയറിനുള്ളിലുള്ള, അതായത് ഗർഭത്തെ ശിശുവിൻ്റെ അവസ്ഥ, ഖിയാമത്ത് നാളിൽ എപ്പോഴാണ് സംഭവിക്കുന്നു, അതൊക്കെ ഇതുവരെ അള്ളാഹ്ക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം. അള്ളാഹു ഒരാൾക്കും കൊടുക്കില്ല എന്നല്ല, ഒരാൾക്കും കൊടുക്കില്ല എന്നല്ല, പൊതുവിലാ പറഞ്ഞതിൻ്റെ സാരം. എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു കൊടുക്കാം. കാരണം അവ എണ്ണപ്പെട്ട ചില സൂക്ഷ്മ കാര്യങ്ങൾ മാത്രം, അല്ലാതെ മറ്റൊന്നുമല്ല. ഇതൊക്കെ അള്ളാഹുവിന് അറിയിച്ചു കൊടുക്കാൻ വലിയ പ്രയാസമില്ല. കുത്തുബ് വരെ ആവണ്ട അതൊന്നും അറിയാമെന്ന, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പം അള്ളാഹു അവിടെ ഗൈബ് ആർക്കും അറിയിച്ചു കൊടുക്കില്ല, അള്ളാഹു ഉദ്ദേശിച്ച പ്രത്യേകക്കാർക്കല്ലാതെ എന്ന് പറഞ്ഞാൽ ആ ഗൈബ് എന്താ പ്രധാനമായിട്ടും അള്ളാഹുവിൻ്റെ മാരിഫത്തുമായി ബന്ധപ്പെട്ട, അള്ളാഹുമായി ബന്ധപ്പെട്ട ഇൽമാണ്. വഅക്സറ ഉലൂമി നബീന സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവുകളെല്ലാം അധികവും തതഅല്ലഖു ബിൽ മുഅയ്യിബാത്ത്, അധികവും ഈ മറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ദലീലി ഖൗലിഹി, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തെളിവെന്താ? വിശ്വാസങ്ങൾ തന്നെ വാക്കാണ്. ഫഅലിംതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, ഞാൻ ആദ്യക്കാരുടെയും അവസാനക്കാരുടെയും ഒക്കെ അറിവിനെ ശേഖരിച്ചിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് തുടക്കവും അവസാനം ഒന്നും എനിക്ക് അറിയാത്തതില്ല. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അള്ളാഹ് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ ഈ ഹദീസുൽ മഷ്ഹൂർ, ഇത് പ്രശസ്തമായ ഹദീസിലുള്ളതാണ്. വാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു ലമ്മ വലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത്, കാല ഫീ ഉദ്നി ഹാസിനുൽ ജിനാൻ,
സ്വർഗത്തിൻ്റെ കാവൽക്കാരനായ മലക്ക് റസൂലുള്ളാഹിങ്ങളെ ചവിട്ടിലിങ്ങനെ പറഞ്ഞു കൊടുത്തു, അബ്ശിർ, നിങ്ങൾ സന്തോഷിക്കും. ഫമാ ബഖിയ ലി നബിയിൻ ഇൽമൻ, ഒരു നബിക്കും അള്ളാഹു ഇൽമു കൊടുത്തിട്ടില്ല, ഇല്ലാ വഖദ് ഊതീതഹു, ആ ഇൽമു നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് തന്നിട്ടല്ലാതെ. ലോകത്തുള്ള ഏത് നബിക്കും എന്ത് ഇൽമു കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് റസൂലുള്ളാഹിങ്ങൾ ജനിച്ച സമയത്ത് പഠിപ്പിച്ചു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അൻത അക്സറുഹും ഇൽമൻ, കാരണം ഇൽമിൽ അവർക്ക് കൊടുത്തൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല അവരെക്കാളും നിങ്ങൾക്ക് ഇൽമു ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഓർക്കുള്ള ഇൽമു അതിനേക്കാൾ കൂടുതലും. വാഷ്ജാവുഹും കൽബൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയം ഏറ്റവും ധൈര്യമുള്ള ഹൃദയവുമാണ്. അൻ അബി റാഫിൻ ഫീമ അഖ്റജഹു ദൈലമി ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്സിലത്ത് ലി ഉമ്മത്തി ഫീ മാഇ വത്തീൻ, ആദം അലൈഹിസ്സലാം വെള്ളത്തിൻ്റെയും കളിമണ്ണിൻ്റെ ഇടയിലായിരിക്കുന്ന സമയത്ത് ഈ ഉമ്മത്തിനെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. അതായത് റസൂൽ ആദം നബി അലൈഹി സ്വലാം എന്നെ പടക്കപ്പെട്ടിട്ടില്ല, അതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹുൻ്റെ റസൂൽ സലാസങ്ങൾക്ക് ഈ ഉമ്മത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്തു. വഉല്ലിംതു അസ്മാ കുല്ലഹ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് എല്ലാ അസ്മാകളും പഠിപ്പിച്ചെടുത്തു തന്നു. കമാ ഉല്ലിമ ആദം അസ്മാ കുല്ല, ആദം നബി അലൈഹി സ്വലാമിന് പഠിപ്പിച്ചു കൊടുത്ത പോലെ. ആദം നബി അലൈഹി സ്വലാം എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ആദ്യം ആദം നബി അലൈഹി സ്വലാം പടക്കപ്പെടുന്നതിന് മുമ്പ് റസൂലുള്ളാഹിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വലിഹാദ, അതുകൊണ്ടാണ് ഫഖദ് ഊതിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ കുല്ലി ഷൈഇൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് എല്ലാ ഇൽമും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഹത്താ ഇന്നൽ ലൗഹ വൽ കലം മുസ്തമിദ്ദാൻ മിൻ ഉലൂമിഹിം, എത്രത്തോളം പറഞ്ഞാൽ ലൗഹും കലമും എല്ലാം അതിൻ്റെ മുഴുവൻ ഇൽമു കിട്ടുന്നത് റസൂലുള്ളാഹിങ്ങളിൽ നിന്നാണ്. നമ്മൾ ലൗഹുൽ മഹ്ഫൂലിലൊക്കെ നോക്കിയിട്ട് ഇൽമു പറഞ്ഞു കൊടുക്കുക എന്നാ പറയുക. എന്നാൽ റസൂലുള്ളാഹി ഈ ലൗഹിനും കലമിനും വരെ ഇൽമു കിട്ടുന്നത്, അതിന് ലൗഹിനും കലമിനും വരെ സഹായം കൊടുക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ലൗഹും കലമും അവർ റസൂലുള്ളാഹിങ്ങളിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ റസൂലുള്ളാഹിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും പ്രപഞ്ചത്തിലുണ്ടാവുമോ? ലൗഹും കലമും വരെ റസൂലുള്ളാഹിങ്ങളിൽ നിന്നുണ്ടായതാണ്. ആ ലൗഹിലും കലമിനും മദത് കൊടുക്കുന്നത്, സഹായം കൊടുക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വഹു യുമിദ്ദുഹുമാ, അത് റസൂലുള്ളാഹിങ്ങളുടെ സഹായം കൊണ്ടാണ് ഇതൊക്കെ എല്ലാം ചെയ്യുന്നത്. റസൂലുള്ളാഹിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? കാരണം ഖസീദത്തുൽ ബുർദയിൽ ഇമാം ബൂസൂരി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫഇന്ന മിൻ ജുദിക ദുനിയാ വദറതഹ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ ഔദാര്യത്തിൽ നിന്നാണ് ദുനിയാവും വദറതഹ, അതിൻ്റെ പത്നി, അതായത് പരലോകവും. ദുനിയാവും ആഖിറൊക്കെ നിങ്ങളെ ഔദാര്യത്തിൽ നിന്നുണ്ടായതാ. ആഖിറത്തിലും ദുനിയാവിലും ഒരാൾ എന്നുള്ളതല്ല, ഈ ദുനിയാവും ആഖിറം തന്നെ ഉണ്ടായത് നിങ്ങളെ ഔദാര്യം കൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, വമിൻ ഉലൂമിക അങ്ങയുടെ അറിവിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമൽ ലൗഹി വൽ ഖലമി, ലൗഹിൻ്റെയും കലമിൻ്റെ ഒക്കെ അറിവുണ്ടായത്. അപ്പോൾ ലൗഹിൻ്റെ കലമിൻ്റെ അറിവ് വരെ അങ്ങയുടെ അറിവിൽ നിന്നുണ്ടായത്. അപ്പം ഇങ്ങനെ ഇതൊക്കെ ലൗഹിൽ അറിയാത്തൊരു റസൂലുള്ളാഹിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഇവിടെ പ്രപഞ്ചത്തിലുണ്ടാവുക. ഫല്ലാഹു തആല അല്ലമഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഹഖായിഖുൽ ഉലൂം, ഉലൂമിൻ്റെ മുഴുവൻ യാഥാർത്ഥ്യങ്ങൾ, വസ്റാറുഹ അതിൻ്റെ മുഴുവൻ രഹസ്യങ്ങൾ, ബിഖിലാഫി മാ അല്ലമ ആദം അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാമിൻ്റെ പഠിപ്പിച്ചു കൊടുത്തതിന് എതിരായി. വലിദാലിക അശാറ ഷെയ്ഖു ബിഖൗലിഹി വമിൻഹാ ലി ആദം അസ്മാ, ആദം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു അസ്മാവ് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് കവി പറയുന്നത്. മുജറദ് മാരിഫത്തിൽ അസ്മാ അൽ അഷ്യ ദൂന ഹഖായിഖഹ വ ഹവാസിഹ, ആദം നബി അലൈഹി ഇസ്ലാമിന് കവി പറഞ്ഞ അടിസ്ഥാനത്തിൽ ആദം നബി അലൈഹി ഇസ്ലാമിന് ഈ വസ്തുക്കളുടെ പേരുകൾ മാത്രമേ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് കവി പറയുന്നത്. എന്നാൽ കവി ഉദ്ദേശിച്ച ഇതല്ലാന്ന് സയ്യിദുനാ ശൈഖ് അഹ്മദ് തിജാനി തങ്ങൾ പറയുന്നുണ്ട്. അത് നേരത്തെ വ്യാഖ്യാനങ്ങൾ മനസ്സിലായി. ഇബ്നു അജീബ് തങ്ങൾ പറയുന്നത് കവി ഉദ്ദേശിച്ച് എങ്ങനെയാണെന്നാണ് അവർ മനസ്സിലാക്കിയത്. വസറഹ ഷെയ്ഖു റഹിമഹുല്ലാഹു തആല ബിഹാദ തഫ്ദീൽ, അപ്പോൾ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ, അതായത് ഇമാം ബൂസൂരി തങ്ങൾ ഈ പറഞ്ഞത് ഇവിടെ വ്യക്തമാക്കിയത്, ഈ ഒരു വിശേഷണം ഇവിടെ പറഞ്ഞത് മാ ഇൽമു ബിഹാ മിമ്മാ ഖബ്ലഹു. കാരണം ഈ വരീൻ്റെ തൊട്ട് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ നബിമാരും അവർ ഇൽമൊക്കെ എടുത്തത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തെന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് ഈ കവിതയിൽ പിന്നെ അത് അടുത്ത വരിയിൽ ആദം നബി അലൈഹി ഇസ്ലാം അസ്മാ എടുത്തത് റസൂലുള്ളാഹിങ്ങളിൽ നിന്നാണെന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താ? എല്ലാ നബിമാരും അങ്ങയിൽ നിന്നാണ് എടുത്തതെന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെന്താ ഇത് പ്രത്യേകിച്ച് പറഞ്ഞത്? ഞാൻ ആദമ മയ്യസഹുല്ലാഹു തആല അലൽ മലായിക്ക, മലായിക്കത്തിന്റെ മുകളിൽ അള്ളാഹു ആദം നബി അലൈഹി ഇസ്ലാമിന് പ്രത്യേകമായ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ബി ഉലൂമില്ലത്തി അല്ലമഹാലഹു, ആദം നബി അലൈഹി ഇസ്ലാമിന് പഠിപ്പിച്ചു കൊടുത്ത പ്രത്യേകമായ ഇൽമ കൊണ്ട്. വഖാനത്ത് സബബൻ ലിഅരിഹാ ബിസുജൂദ്, അത് കാരണമായിട്ടാണ് ആദം നബി അലൈഹി ഇസ്ലാമിന് മലക്കുകൾ സുജൂദ് ചെയ്തത്. വഹുദു, അത് കാരണമായിട്ടാണ് മലക്കുകൾ ആദം നബി അലൈഹി ഇസ്ലാമിന് മുമ്പിൽ തായ്മ കാണിച്ചത്. ഫറുബ്ബമായ തവഹം, അപ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് തോന്നാം അന്ന ഹാദിഹിൽ മർത്തബത്തൽ ബാഹിറ, ഈ ഉന്നതമായ മർത്തബ ലം തഹ്സുൽ നബീന സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ എന്ന് തോന്നിയേക്കാം. ഇത് എങ്ങനെ അതിന്റെ കാരണം എന്താ? ഇത് കഥ യൂജദ ഫിൽ മഫ്ലൂലി മാ ലൈസ ഫിൽ ഫാദിൽ, ചിലപ്പോൾ ഉയർന്ന ഒരാൾക്ക് താന്നൊരാൾക്ക് കിട്ടുന്ന പല കാര്യം ചിലപ്പോൾ ഉയർന്ന ആൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന് ആ കിട്ടിയ കാര്യം ചിലപ്പോൾ വിശ്വാസം കിട്ടിയിട്ടുണ്ടാവില്ല. ആദം നബി അലൈഹി ഇസ്ലാമിനെക്കാളൊക്കെ എത്രയോ സ്ഥാനമാണ് വിശ്വാസങ്ങൾക്കെങ്കിലും ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്തല്ലോ മലക്കുകൾ. ആദം നബി അലൈഹി ഇസ്ലാമിന് എല്ലാ അസ്മാവും പഠിപ്പിച്ചു കൊടുത്തല്ലോ. ചിലപ്പോൾ അത് വിശ്വാസം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം താന്നൊരാൾക്ക് ചിലപ്പോൾ ഉയർന്ന ആൾക്ക് കിട്ടാത്ത അള്ളാഹു കൊടുക്കാലോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. അതിന് വേണ്ടിയിട്ടാണ്, അതിന് മറുപടി ആയിക്കൊണ്ടാണ് ഈ കവിത ഇവിടെ പറഞ്ഞതെന്ന്. ഫർജി ഉദാലിക്ക്, അതിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞാണ് ബി അന്നഹു ലം യഹ്സുല്ലഹു മിനൽ ഉലൂം, ഈ നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ അങ്ങനെയല്ല കാര്യം. സയ്യിദിന ആദം നബി അലൈഹി ഇസ്ലാമിന് എന്ത് അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലാ മുജറദുൽ ഇൽമി ബിൽ അസ്മായി, അത് അതിൻ്റെ അസ്മാകൾ മാത്രമാണ് ആദം നബി അലൈഹി ഇസ്ലാമിന് പഠിപ്പിക്കപ്പെട്ടത്. വന്നൽ ഹാസിലു നബീന സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ സയ്യിദിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിലാണെങ്കിലോ തങ്ങൾക്ക് ലഭിച്ചത് എന്താ? വലിൽ ഇൽമുൽ ഹഖായിഖിഹാ വ മുസമ്മിയാതിഹാ, ആ ഇൽമിൻ്റെ തന്നെ യാഥാർത്ഥ്യവും അത് ഓണ്ട് ഉദ്ദേശിക്കുന്ന വസ്തു എന്താ അതും എല്ലാം കൊടുക്കപ്പെട്ടിട്ടുണ്ട്. വല റൈബ, സംശയമില്ല, അന്ന ഇൽമ ബിഹാദ, ഇവിടെ പറയപ്പെടുന്ന അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ എന്ന് പറയുന്നത് വിശ്വാസങ്ങൾക്ക് ആ ഇൽമിൻ്റെ യാഥാർത്ഥ്യം അറിയിക്കപ്പെട്ടു എന്നല്ല. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ അതിൻ്റെ അസ്മാകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് നൽകപ്പെട്ട ഇൽമ് ആല വാജല്ല, ആദം നബി അലൈഹി ഇസ്ലാമിനേക്കാൾ ഉയർന്നതും മഹത്വമേറിയതാണെന്നുള്ള ഒരു സംശയമില്ല. ഫൈനൽ അവ്വൽ വസീലത്തുൽ ലിഹാദ, കാരണം ആദം നബി അലൈഹി ഇസ്ലാമിന് കൊടുക്കപ്പെട്ട ഇൽമ് ശരിക്കും ഇതിലേക്കുള്ള ഒരു വസീല മാത്രമാണ്, ഇങ്ങോട്ട് കടക്കാനുള്ള ഒരു വഴി മാത്രമാണ്. ആദം അലൈഹി ഇസ്ലാം ഖാന വസീലത്തൻ, ആദം നബി അലൈഹി ഇസ്ലാം ഒരു വസീലയായിരുന്നു. ഒരു വസീല എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, ഒരു മധ്യവർത്തിയായിരുന്നു. ലി ഹൽഖി നബിയിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയാണ് വിശ്വാസങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മീൻ സുൽബിഹി, ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുതുകിൽ. ഫഹുവ മഖ്സൂദ് ബിദാത്ത്, അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാം സൃഷ്ടിച്ചത് എന്തിനാ? വിശ്വാസങ്ങൾ കൊണ്ടുവരാൻ. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന് എന്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ വിശ്വാസങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കപ്പെട്ടതാണ്, അല്ലാതെ വേറെ ആദം നബി അലൈഹി ഇസ്ലാം ഉണ്ടായതുകൊണ്ടല്ല. അപ്പോൾ വിശ്വാസങ്ങൾക്ക് വേണ്ടിയാണ് ആദം അലൈഹി ഇസ്ലാമിനെ വരെ പടക്കപ്പെട്ടത്. വിശ്വാസങ്ങൾ പിന്നീട് അവരുടെ പേരക്കുട്ടിയായി വരാൻ വേണ്ടി ഒരു വഴി മാത്രമായിരുന്നു ആദം നബി അലൈഹി ഇസ്ലാം. ആദം ത്വരീഖ് തബഇയ്യ, ആദം നബി അലൈഹി ഇസ്ലാം അതിന് പിന്തുടർന്ന ഒരു വഴി മാത്രമാണ്. ഹത്താ ഖാല ബഅദുൽ മുഹഖ്ഖിഖീൻ, എത്രത്തോളം പറഞ്ഞാൽ ചില അറിവിൽ ആയമുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ സജദൽ മലായിക്കത്തു, തീർച്ചയായും മലക്കുകൾ സുജൂദ് ചെയ്തത് ലിനൂരി നബീന സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദം നബി അലൈഹി ഇസ്ലാമിനല്ല. ആർക്കാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പ്രകാശത്തിനാണ് എന്ന്. അതായത് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകാശം മലായിക്കത്ത് കണ്ടതുകൊണ്ട് മാത്രമാണ് ആദം നബി അലൈഹി ഇസ്ലാമിന് മലക്കുകൾ സുജൂദ് ചെയ്തത്, അല്ലാതെ ആദം നബി അലൈഹി ഇസ്ലാമിന് സ്വയം സുജൂദ് ചെയ്തതല്ലാന്ന്. അപ്പോൾ ആദം നബി ഇസ്ലാമിൻ്റെ പ്രത്യേകത അത് വിശ്വാസങ്ങളുടെ പ്രത്യേകതയാണ്, വേറൊന്നും കൊണ്ടല്ല. ഖാല സയ്യിദി അലി ഇബ്നു വഫ, ബഹുമാനപ്പെട്ട സയ്യിദി അലി ഇബ്നു വഫ, അലി ഇബ്നു മുഹമ്മദുൽ വഫ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ലൗ അബ്സറ ഷെയ്ത്താൻ കാണുമായിരുന്നെങ്കിൽ തലഅത്ത് നൂരിഹി ഫി വജിഹി ആദം, ആദം നബി അലൈഹി സ്വലാമിൻ്റെ മുഖത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെളിച്ചം തിളങ്ങുന്നത് ഷെയ്ത്താൻ കണ്ടിരുന്നെങ്കിൽ കാന അവ്വല മൻ സജദ,
ആദ്യം സുജൂദ് ചെയ്യുന്ന ആൾ ശൈത്താനാവുമായിരുന്നു എന്ന്. അപ്പോൾ ശൈത്താൻ എന്തുകൊണ്ടാണ് സുജൂദ് ചെയ്യാത്തത്? ശൈത്താൻ മനസ്സിലാവാതിരുന്നത് ആദം നബി അലൈഹി ഇസ്ലാമിൽ ആണ് അള്ളാഹുവിൻ്റെ ഖലീഫ ഉള്ളത്, ആദം നബി അലൈഹി ഇസ്ലാമിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി അലൈഹി ഇസ്ലാമിനാണ് വെളിവായത് എന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അത് ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവും. അപ്പം അന്ന് ആദം നബി അലൈഹി ഇസ്ലാമിന് ശൈത്താൻ സുജൂദ് ചെയ്തില്ലെങ്കിലും, അപ്പോൾ ശൈത്താന് വലിയ ആലിമാണ്, വലിയ ആബിദാണ്, മലക്കുകളുടെ ഉസ്താദാണ്. അപ്പോൾ ശൈത്താൻ്റെ താഴെയുള്ള, അതായത് ശൈത്താന് പഠിപ്പിച്ചു കൊടുത്ത മലക്കുകൾ ആദം നബി അലൈഹി സ്വലാം സുജൂദ് ചെയ്തു. എന്ത് കണ്ടിട്ടാണ് സുജൂദ് ചെയ്ത്? ആദം നബി അലൈഹി സ്വലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശം കണ്ടിട്ട്. അതായത് ആദം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ ഖലീഫയാണ് എന്ന് മനസ്സിലാക്കിയിട്ട്. എന്നാൽ ശൈത്താൻ സുജൂദ് ചെയ്തില്ല. എന്തുകൊണ്ട്? ആദം നബി അലൈഹി സ്വലാം അള്ളാഹിൻ്റെ ഖലീഫയാണ്, ശൈത്താൻ മനസ്സിലായില്ല. ഇതൊക്കെ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ആള് അങ്ങനെയാണ് അള്ളാഹിൻ്റെ ഖലീഫയാവുക. അപ്പോൾ അള്ളാഹിൻ്റെ ഖലീഫ ആവുക എന്നുള്ള വിഷയത്തിൽ ശൈത്താനോ ഖലീഫക്ക് സുജൂദ് ചെയ്യണം എന്നുള്ളത് ശൈത്താൻ അറിയാം. പക്ഷേ സുജൂദ് ചെയ്യപ്പെടേണ്ട ആൾ ഇദ്ദേഹമാണെന്നുള്ളത് അറിയില്ല. അപ്പം അത് ആ കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും ആ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുക. എല്ലാ കാലത്തും ഉണ്ട് അതിന് അള്ളാഹിൻ്റെ ഖലീഫ, എല്ലാ കാലത്തും ഉണ്ട് ആ ഖലീഫക്ക് സുജൂദ് ചെയ്യുന്നവർ, എല്ലാ കാലത്തും ഉണ്ട്. സുജൂദ് തന്നെ മജാസിയായിട്ടോ, അതിന് നമ്മൾ നെറ്റി കൊണ്ട് സുജൂദ് ചെയ്യാന്നല്ല, ആലങ്കാരികമായി അതിന് കീഴ്പ്പെടുന്നവർ എന്നർത്ഥം. ആ ഖലീഫക്ക് കീഴ്പ്പെടുന്നവർ, അതേസമയം അതിൽ നിന്ന് പുറത്തു പോകുന്നവരും ഉണ്ട്. ആ പുറത്തു പോകുന്നവർ അധികവും ചിലപ്പോൾ വലിയ ആലിമീങ്ങളായിരിക്കും. എന്തുകൊണ്ട്? അവർ വിചാരിക്കുന്നത് ഇത് അള്ളാഹിൻ്റെ ഖലീഫ അല്ല, അള്ളാഹിൻ്റെ ഖലീഫ എങ്ങനെയല്ല ഉണ്ടാവുക. ഏത് കാലത്തും അതിങ്ങനെ വന്നുകൊണ്ട് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും ഇപ്പോഴും നമ്മൾ അള്ളാഹിൻ്റെ ഖലീഫനെ അംഗീകരിക്കാത്തവരാ. ഖലീഫനെ അംഗീകരിക്കാത്ത എന്താ? മൂപ്പരാണ് ഇപ്പോൾ അള്ളാഹിൻ്റെ ഖലീഫ. മൂപ്പരിപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഒരാൾ തന്നെയല്ലേ. മൂപ്പർക്ക് എന്താ പ്രത്യേകത ഉള്ളത്? നമുക്കല്ല അതിനേക്കാൾ പ്രത്യേകത ഉള്ളത്. എനിക്കല്ല ഇതൊക്കെ കിട്ടേണ്ടത് എന്നാണ് ഇവിടെ വാദിക്കപ്പെടുന്നത്. അത് വേറൊന്നുമല്ല. അപ്പോൾ ആ ഒരു പ്രക്രിയ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അലി ബിൻ മുഹമ്മദ് വഫ റളിയല്ലാഹു തങ്ങൾ പറഞ്ഞ ലൗ അബ്സറ ഷെയ്ത്താൻ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ തലാഅത്ത് നൂരിഹി ഫി വജ്ഹി ആദം നബി അലൈഹി സ്വലാമിൽ വെളിവായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശമാണെന്ന് ഷെയ്ത്താൻ അറിഞ്ഞിരുന്നെങ്കിൽ കാൻ അവ്വലു മൻ സജദ, സുജൂദ് ചെയ്യുന്നവർ ആദ്യത്തെ ആളാ ഷെയ്ത്താനാവുമായിരുന്നു. അപ്പോൾ ഷെയ്ത്താൻ്റെ ആത്മാർത്ഥത കുറവൊന്നുമില്ല. ഷെയ്ത്താൻ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് തങ്ങളെ പ്രകാശം വന്നാൽ സുജൂദ് ചെയ്യണമെന്നും അങ്ങനെ ഒരു ഖലീഫ ഉണ്ടാവുമെന്നും ആ ഖലീഫക്ക് കീഴ്പ്പെടണമെന്നും എന്നൊക്കെ മനസ്സിലായ ആൾ തന്നെയാണ് ഷെയ്ത്താൻ. പക്ഷേ അത് ഇന്ന ആളാണെന്നുള്ളതിൻ്റെ വിഷയത്തിലാണ് ഷെയ്ത്താൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്. അത് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. ആ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലും ജൂതന്മാരും അള്ളാഹിൻ്റെ ഖലീഫനെ പ്രതീക്ഷിച്ചിരുന്നു, ക്രിസ്ത്യാനികളും പ്രതീക്ഷിച്ചിരുന്നു, പ്രത്യേകിച്ച് ജൂതന്മാർ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അവർ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹിയെ സബ്മിറ്റ് ചെയ്യാതിരുന്നത്? അത് മുഹമ്മദ് ബിൻ അബ്ദുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നുള്ളതാണ് അവർക്ക് പ്രശ്നം. അല്ലാതെ അവർ ഖലീഫ വരാനുണ്ടെന്നുള്ളവർക്ക് അറിയാം. പക്ഷെ ആ ആളിലാണ്, ആ ശരീരത്തിലാണ് അത് വന്നത് എന്നുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിനുശേഷവും ഓരോ കാലഘട്ടത്തിലെ ഖുലഫാക്കൾ വരുന്ന സമയത്തൊക്കെ ഇതേ പരീക്ഷണം തന്നെ നടക്കപ്പെടുന്നുണ്ട്. ആ പരീക്ഷണത്തിൽ ആ കാലഘട്ടത്തിലുള്ള പലരും പരാജയപ്പെടും. നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു നമ്മൾക്കറിയാത്ത രൂപത്തിൽ നമ്മളെ മുമ്പിൽ വെളിവാവുകയും എന്നിട്ട് മുഅ്മിനീങ്ങൾക്ക് അവസാനം കൊടുക്കുന്ന പരീക്ഷണം അവർക്ക് അറിയാത്ത രൂപത്തിൽ അള്ളാഹു അവരുടെ മുമ്പിൽ വെളിവാവുകയും ഇതിനെ ആരാധിക്കുന്നതിന് തൊട്ടൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്ന് അവർ പറയുന്ന അവസ്ഥ വരെ അത് തുടർന്നുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെപ്പോഴും ആ ഒരു മാർഗത്തിൽ അള്ളാഹിൻ്റെ ഖലീഫയിലെ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. സുമ്മ മാ ഖാലഹു ഷെയ്ഖു ഫീ കൗനി ആദം. പിന്നെ ഷെയ്ഖ് പറയുന്നുണ്ടല്ലോ ആദം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, ഇന്നമാ അറഫ അസ്മാ ഫഖത്ത്. ഷെയ്ഖ് പറയുന്നത് ആദം നബി അലൈഹി ഇസ്ലാം, അതായത് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി തങ്ങൾ പറയുന്നത് ആദം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹിൻ്റെ അസ്മാകൾ മാത്രമേ അറിയുള്ളൂ എന്നാണല്ലോ. ദൂന മുസമ്മിയാത്ത് ലൈസ ഹുവ തഹ്ഖീഖുൻ. എന്നാൽ ആദം നബി അലൈഹി ഇസ്ലാമിന് ആ വസ്തുവിനെ അറിയില്ല, വസ്തുവിൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ എന്നാണ് ഷെയ്ഖ് മനസ്സിലാക്കിയെന്ന്. എന്നാൽ അത് ശരിയല്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്നല്ലേ, നേരത്തെ പറഞ്ഞ കണ്ടില്ലേ, അഹമ്മദ് ജാൻ തങ്ങൾ അത് ഇമാം ബൂസൂരി തങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഇമാം ബൂസൂരി തങ്ങൾ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ ബൂസൂരി ഇമാമിൻ്റെ കൗലിനെ
വളരെ ആഴത്തിൽ വിശദീകരിച്ച് സ്ഥിരപ്പെടുത്തുകയാണ്. എന്നാൽ ഇവിടെ ഇബ്നു അജീബ് തങ്ങൾ പറയുന്നത് അതിൻ്റെ ബാഹ്യമായ അർത്ഥം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ബാഹ്യമായ അർത്ഥം എടുക്കുമ്പോൾ ഷെയ്ഖ് പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ കുറവുണ്ട്. കാരണം ഷെയ്ഖ് പറഞ്ഞ എന്താ, ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ എന്നാൽ പേര് മാത്രമല്ല ആദം നബി അലൈഹി ഇസ്ലാമിനെ അറിയാം. പക്ഷെ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിശദീകരണം നമുക്ക് ഉപകാരപ്രദമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് എന്താ, ആദം നബി അലൈഹി ഇസ്ലാമിന് എല്ലാ പേരുകളും പഠിപ്പിച്ചു കൊടുത്തു എന്ന കുറേ പേരുകൾ ഇങ്ങനെ പറഞ്ഞ് പിന്നെ സുഹൈൽ, മുഹമ്മദ്, ഹനീഫ, പിന്നെ ആന, തേങ്ങ എന്നൊക്കെ പറഞ്ഞ ഓരോ പേരിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയത്, എല്ലാം ഭാഷ മാത്രം പഠിപ്പിച്ചെടുത്തു എന്ന് മാത്രം മനസ്സിലാക്കിയത്. അങ്ങനെയല്ല. അതിൻ്റെ വിശദീകരണം പറയുന്നുണ്ട്. ഇത് അജസ ജമീഉൽ മലായിക്കത്ത് അൻ അസ്മാഇഹ. അപ്പം മലായിക്കത്ത് അസ്മാവിൻ്റെ വിഷയത്തിൽ കൊയങ്ങി. ജവാബു, അത് ഓരോ വിഷയത്തിൻ്റെ പേരുകൾ പറയുന്നതിലൊക്കെ മലായിക്കത്ത് കൊയങ്ങി. ജവാബുഹു ബി തത്ബീഖി അസ്മാ അലൈഹ. എന്നാൽ പിന്നെ ആ ഓരോ വസ്തുവിൻ്റെയും പേര് പറഞ്ഞു കൊടുത്തത് ആദം നബി അലൈഹി സ്വലാമാണ്. യുഫീദു അന്നഹു അലിമ മുസമ്മിയാത്തി വൽ അസ്മാ. എന്തുകൊണ്ടാ അത് പറഞ്ഞു കൊടുത്തത്? ആദം നബി അലൈഹി സ്വലാമിന് പേര് മാത്രമല്ല അറിയാം, പേര് നൽകപ്പെട്ട വസ്തുവിനെ അറിയാം എന്ന കാരണം കൊണ്ടാണ്. അതായത് പേരിലുള്ളതല്ല. ഇപ്പോൾ ഒരു ആന എന്ന് പറഞ്ഞാൽ ആനൻ്റെ പേര് മാത്രമല്ല ആദം നബി അലൈഹി സ്വലാമിന് അറിയാം, ആ പേര് നൽകപ്പെട്ട ആനനെ അറിയാം. അതായത് ആദം നബി അലൈഹി ഇസ്ലാമിന് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവിനെയും അറിയാത്തൊന്നുമില്ലാന്ന്. ആ അല്ലമ ആദം അസ്മാകുല്ല. ആദം നബി അലൈഹി ഇസ്ലാം ഈ പ്രപഞ്ചത്തിൽ എല്ലാം അറിയെങ്കിൽ ആദം നബി അലൈഹി ഇസ്ലാമിനേക്കാളൊക്കെ എത്രയോ പദവി ഉന്നതമായ പിന്നെ അർഫമിനൽ ബഹരി ഔർ അശ്വമിനദ്ദിയമി എന്ന് പറഞ്ഞല്ലോ. ഈ അമ്പിയാക്കന്മാരൊക്കെ ആ സാഗരത്തിൽ നിന്നൊരു കൈക്കുമ്പിൾ മാത്രമേ എടുത്തുള്ളൂ. ഈ പേമാരിയിൽ നിന്നുള്ള ഒരു ഇങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ ഉറ്റിയെടുക്കുന്ന വെള്ളമുണ്ട്, അത് മാത്രമേ എടുത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആ നബിമാർക്ക്, ആ നബിയിൽ ആദം നബി അലൈഹി ഇസ്ലാമിന് എല്ലാ അറിവും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ റസ്വാസങ്ങൾ അറിവ് എന്തായിരിക്കും? ആ അറിവിനെ കുറിച്ചാണ് അഹമ്മദ് ജാനങ്ങൾ നേരത്തെ പറഞ്ഞത്. അത് ഹഖീഖിയായ അവസ്ഥയിലാണ്. അതിൻ്റെ ആ അറിവ് ഉണ്ടായപ്പോൾ ഇവിടെ ഒന്നും പടക്കപ്പെട്ടിട്ടില്ല. ആ അറിവിൽ നിന്നാണ് ഇവരൊക്കെ അറിഞ്ഞ സാധനങ്ങൾ പടക്കപ്പെട്ടത് എന്ന്. അത് ഭയങ്കര ആഴത്തിലുള്ളൊരു അറിവാണ്. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന് ഇവിടെ എല്ലാ മുസമ്മിയാത്ത് പേര് നൽകപ്പെട്ട കാര്യങ്ങളും അറിയാമായിരുന്നു. അറിയാവുന്നതുകൊണ്ടാണ് മലായിക്കത്തിന് അത് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഈ തഫ്സീർ അബൂ സഊദിന്റെ തഫ്സീറിൽ കാണാം, തഅലീമുൽ ഹഖീഖത്തൻ ഇബാറത്തുൻ അൻ ഫിയലിൻ. തഅലീം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ സാധനം എന്താ? ഇബാറത്തുൻ അൻ ഫിയലിൻ, അതൊരു പ്രവർത്തനത്തെ പറയുന്ന പേരാണ്. യതറത്തബു അലൈഹിൽ ഇൽമു, അതിൽ ബിലാ തഖല്ലുഫിൻ അൻഹു, ഒരു വ്യതിചലനവുമില്ലാതെ ഇൽമ കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ വാർത്ത വായിക്കുകയാണെങ്കിൽ, ഒരു കാര്യം നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ അത് വേറൊരാൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങളത് അനുഭവിച്ചിട്ടില്ല, ഞാൻ ഈ പറയണത് ഇങ്ങനെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ പറയണത് ഇങ്ങനെ കേൾക്കും. പക്ഷെ അതിന് ഇൽമ എന്ന് പറയൂല, അതിന് താലൂമെന്ന് പറയൂല. താലൂമെന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ സാധനം എന്താണ്? താലീം പഠിക്കുന്ന വ്യക്തിക്ക് നമ്മൾ പറഞ്ഞ കാര്യത്തെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ അനുഭവത്തിലൂടെ അറിഞ്ഞതിനെ നമ്മൾ വിശദീകരിച്ചു കൊടുക്കുകയായിരിക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് എന്താവും, അത് ക്യാച്ചാവും. ഇതാണില്ലേ എന്ന് മനസ്സിലാവുന്നൊരവസ്ഥ ഉണ്ടാവും, പെട്ടെന്ന് ക്യാച്ചാവും. മറ്റേത് ഒരു വാർത്ത വായിക്കുന്ന പോലെ ഉണ്ടാവും, ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ താലീം എന്ന് പറഞ്ഞ പരിപാടി അല്ലമാദം അസ്മാകുല്ല എന്നല്ല പറഞ്ഞത്. അള്ളാഹു ആദം നബി അലൈഹി സ്വലാമിന് എല്ലാ അസ്മാവും പഠിപ്പിച്ചു കൊടുത്തു എന്ന് അല്ലമ എന്നുള്ള ടേമാണ് ഉപയോഗിച്ചത്. അപ്പോൾ അല്ലമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ആദം നബി അലൈഹി സ്വലാം അത് ഉൾക്കൊള്ളാൻ പ്രാപ്തനായിരിക്കണം ഇവിടെയുള്ള എല്ലാത്തിനെയും. അപ്പോൾ ആ ഉൾക്കൊള്ളുന്നതിലേക്കാണ് അള്ളാഹു ഇത് ഇട്ടുകൊടുത്തത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടത്. വലാ യഹ്സുലു ദാലിക മുജറദൽ ഇഫാദത്തുൽ ഇൽം, അത് വെറും ഇങ്ങനെ അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് മാത്രം കിട്ടൂല. ബൽ യതവഫഖ അലാ ഇസ്തിഅദാദിൽ മുതഅല്ലിം, ഈ പഠിക്കപ്പെടുന്ന ആൾ അതിന് തയ്യാറാവണം. ലി ഖുബൂൽ ഫൈൽ, ആ ഇൽമിനെ സ്വീകരിക്കാൻ വേണ്ടി. വതലഖീഹി മിൻ ജിഹതി, അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇൽമൊക്കെ ഈ നമ്മൾക്ക് ശ്രോതാക്കളായ ആളുകളിൽ പല ആളുകൾക്കും വളരെ രസകരമായി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ തോന്നുന്ന കാര്യമുണ്ടല്ലോ. എന്തുകൊണ്ടത് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മളിതിലൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ടാണ്, ഈ ആത്മീയമായി യാത്ര ചെയ്യുന്നതുകൊണ്ടാണ്. യാത്ര ചെയ്യുമ്പോൾ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. അതേസമയം ഇത് എല്ലാത്തൊരാൾ കേൾക്കുകയാണെങ്കിൽ എന്തൊക്കെ ചെങ്ങായി പറയണത് ഒന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് ചിന്തിക്കും. നമ്മൾ തന്നെ പലപ്പോഴും ഇതിൻ്റെ
ഈ ആത്മീയമായ യാത്രയിൽ നിന്ന് കുറച്ച് ബാക്കോട്ട് നിൽക്കുന്ന ആൾക്കാർക്കും ചിലപ്പോൾ മനസ്സിലാവും ഇതെന്തൊക്കെ ഈ പറയണത്, ഒന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് ചിന്തിക്കും. കാരണം എന്തുകൊണ്ട് അതിൻ്റെ പ്രാപ്തി നമ്മുടെ ഹൃദയത്തിന് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത് നമ്മൾ അനുഭവ തലത്തിലൂടെ ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ്. എന്നാൽ ആദം അലി ഇസ്ലാമിൻ്റെ ഇൽമ അങ്ങനെയല്ല, വെറുതെ ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്ന പോലെ കേട്ടതല്ല ഒന്നും. അതൊക്കെ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉള്ളിലുണ്ട്, അത് അതിൻ്റെ യാഥാർത്ഥമായ അവസ്ഥയിലുണ്ട്. ഫഹാദാഹു വസിറു ഫിൽ ഈസാരി. അതുകൊണ്ടാണ് അള്ളാഹു താല ഈസാരിഹി, അള്ളാഹു താല ഈ വാക്കന്നെ ഉപയോഗിച്ചത് അലൽ അലാമി വൽ ഇംബായി. അല്ലമ ആദമാന്ന് അള്ളാഹ് പറഞ്ഞല്ലോ, ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. അല്ലമ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. എന്തിനു പകരം? ഏലാമു വ ഇംബാഗ് എന്നൊക്കെ പറഞ്ഞതിന് പകരം. ഏലാമു എന്ന് പറഞ്ഞാൽ അറിയിച്ചു കൊടുക്കുക, ഇൻബാഗ് എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുക എന്നാ. ഇപ്പോൾ ഒരാൾക്ക് അറിയിച്ചു കൊടുക്കുക, ന്യൂസ് വായിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അറിയിച്ചു കൊടുക്കലോ നോട്ടീസ് വായിക്കലോ പ്രഖ്യാപിക്കലോ അങ്ങനെയുള്ള വാക്കൊന്നല്ല ഈ വിഷയം പറയാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അതിന് പകരം എന്താ പറഞ്ഞത്? അല്ലമ ആദമ എന്ന് പറഞ്ഞത്. അവിടെ അല്ലമ എന്ന വാക്ക് ഉപയോഗിച്ച്, അല്ലമ വാക്ക് ഉപയോഗിച്ചതിൻ്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുത്തതാണ്. ആ പേര് പഠിപ്പിച്ചു കൊടുത്തു എന്നല്ല, പേര് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ ഇവിടെ ഒരു അറിവ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കലും അനൗൺസ് ചെയ്യലും മാത്രമാണെങ്കിൽ ആ കേൾക്കുന്ന ആൾക്ക് ഇങ്ങനെ കേൾക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അല്ലദീ യസ്തവി ഫീൽ ബശർ വൽ മലക്ക്, മലക്കും മനുഷ്യനൊക്കെ ഒരേപോലെയാണ്. അപ്പം ആദം നബി അലൈഹി സ്വലാം ഇതിങ്ങനെ കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ, പേര് മാത്രമേ അറിയുള്ളൂ എങ്കിൽ അത് മലക്കൊക്കെ അറിയാം. ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മലക്കൊക്കെ അറിയാത്തത്. പേര് ആദം നബി അലൈഹി സ്വലാമിനും അറിയാം, മലക്കുകൾക്ക് അറിയാം. മലക്കുകൾ ആദം നബി അലൈഹി സ്വലാമിനെ വ്യത്യസ്തനാക്കുന്നത് ആ പേരിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള ആ രൂപം അവർക്കറിയില്ല. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിൻ്റെ അറിവ് എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ്. മലക്കുകളുടെ പേരുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ആദം നബി അലൈഹി സ്വലാമിനെ മലക്കുകളെ മുകളിൽ അള്ളാഹിന്റെ ഖലീഫ ആയിട്ട് നിർത്തിയത്. രണ്ടുപേർക്കും അറിയാത്തതല്ല. ആദം നബി അലൈഹി സ്വലാമിന് ആ അറിവ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് അറിയാം. അതായത് പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ അറിവും അറിയാം. അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാം ഖലീഫയായത്. ലിമാ അന്നൽ ജിബില്ലത്തുഹും ഐറ മുസ്തഇദത്തൻ. എന്നാൽ ഈ ഒരു അറിവിന് തയ്യാറായിരുന്നില്ല മലക്കുകൾ. ലിഹാത്തത്ത് ബി തവാസീലി അഹ്വാലിൽ ജുസ്ഇയ്യാത്തുൽ ജിസ്മാനിയ. അവരുടെ ശരീരത്തിന്റെ പ്രകൃതം അതിന് യോജിച്ചതുമായിരുന്നില്ല. ഇപ്പം ഉണ്ടാവുമല്ലോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അറിവുകളൊക്കെ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അറിവുകൾ പറയുന്നത് നമ്മളെ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് കയറുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ ഹൃദയം ഇങ്ങനെ സ്പോഞ്ച് പോലെ നമ്മളെ മശായിഖന്മാരെ തർബിയത്ത് കൊണ്ടായതുകൊണ്ടാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രാപ്തമായ അനുഭവ തലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ വെള്ളം ഒറ്റിക്കഴിഞ്ഞാൽ നേരെ പിടിക്കാൻ നമുക്ക് പറ്റും. അതേസമയം അതിങ്ങനെ പരന്നൊരു പാത്രം പോലെയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചേമ്പിൻ്റെ ഇല പോലെയാണെങ്കിൽ അതിലേക്ക് ഒഴിച്ചാൽ അതൊക്കെ ഇങ്ങനെ തട്ടിത്തെറിച്ച് പോവുക മാത്രമേ ഉള്ളൂ, അതിലൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ മലക്കുകളെ മുകളിൽ ആദം നബി അലൈഹി സ്വലാമിനെ ഉയർത്തിയത് എന്താ? ആ അറിവിൻ്റെ ഉൾക്കൊള്ളുന്ന അവസ്ഥയാണ്. ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന, വെറും പേരുകൾ മാത്രമല്ല. ഫമഅന തഅലീമിഹി തആല ഇയ്യാഹ അൻ യഖ്ലുഖ ഫീഹി ഇദാക. ഇവിടെ ഈ ആദം നബി അലൈഹി സ്വലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഉള്ളിൽ അള്ളാഹു സൃഷ്ടിച്ചു ബിമൂജിബി ഇസ്തിആദിഹി, ആ ഇൽമിനെ ഉൾക്കൊള്ളാനുള്ളൊരു തയ്യാറെടുപ്പ്. ഇൽമൻ ലറൂറിയൻ തഫ്ലീലൻ, അത്യാവശ്യമായ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് ഈ ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ബിയാസ്മായി ജമീൽ മുസമ്മിയാത്ത്. അപ്പോൾ അതിലൂടെ എല്ലാ പേര് വെക്കപ്പെട്ട വസ്തുക്കളെയും ആദം നബി അലൈഹി സ്വലാം ഉൾക്കൊണ്ടു. വാഹവാലിഹ, അവരുടെ എല്ലാ അവസ്ഥകളെയും ഉൾക്കൊണ്ടു. വാഹവാസിഹ, അവരുടെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടു. ലായിക തബിക്കുല്ലി മിൻഹ, അതിനോട് അനുയോജ്യമായ എല്ലാ പ്രത്യേകതകളും. അതായത് ഓരോ വസ്തുവിൻ്റെ പേര്, ആ പേര് നൽകപ്പെട്ട വസ്തു എന്താണ്, അതിൻ്റെ വ്യത്യസ്ത വിശേഷണങ്ങൾ എന്താണ്, പ്രത്യേകതകൾ എന്താണ്, എല്ലാം ആദം നബി അലൈഹി സ്വലാമിന് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നാണ്. ആ ഉൾക്കീഫി റൗഹി തഫ്ദീലൻ, അല്ലെങ്കിൽ ആ ആദം നബി അലൈഹി സ്വലാമിന്റെ ഹൃദയത്തിലേക്ക് അത് ഇട്ടുകൊടുത്തു. അന്നഹാദ ഫർസുൻ, ഏതുപോലെ? അന്നഹാദ ഫർസുൻ, ഇതൊരു കുതിരയാണ്. വശാനുഹ കൈത്ത വ കൈത്ത,
അതിൻ്റെ വിശേഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഓരോന്നും പഠിപ്പിച്ചു കൊടുത്തു. വദാക്ക ബഈറുൻ, ഇതൊരു ഒട്ടകാണ്. വശാനുഹു കൈത്ത വ കൈത്ത, അതിൻ്റെ വിശേഷണങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്. ഇല ഐരദാലിക് മിൻ അഹ്വാലി മൗജൂദ, അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. ഓരോന്നിനെയും ഇത് ഇന്നതാണ്, അതിൻ്റെ വിശേഷണങ്ങൾ ഇന്നതൊക്കെയാണ്. അപ്പം നമ്മളെ പറ്റിയൊക്കെ അതിനെ പേര് ഇസ്ലാമിന് അറിയാം. ഇത് സുഹൈലാണ്, അയാൾ ഇങ്ങനെ ഇന്ന സ്ഥലത്താണ് ജനിക്കുക, ഇന്ന സ്ഥലത്താണ് മരിക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും സ്വഭാവങ്ങളൊക്കെ അതിന് വലിയ ഇസ്ലാമിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും കുറിച്ചും. ഫയത്തലക്ക ഹസ്ബുമാ യക്തദീൽ ഇസ്തിഅദാദുഹു, അങ്ങനെ ആ പിന്നെ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഹൃദയത്തിൻ്റെ തയ്യാറെടുപ്പ് അനുസരിച്ച് ഇതൊക്കെ ആദം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ചു. തസ്തഈദു ലഹു ഖാബിലിയത്തൻ അൽ മുതഫദ്ദിയത്തൻ അലാ ഫിത്രത്തി, ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഫിത്രത്തിൽ ആ നാച്ചുറൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇതൊക്കെ പൂർണ്ണാർത്ഥത്തിൽ ആദം നബി അലൈഹി ഇസ്ലാം സ്വീകരിച്ചു. അൽ മൻതവിയത്തു അലാ തബായി മുതബായിനത്തിൻ, ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ പിന്നെ അവസ്ഥകൾ കാരണം ഇതൊക്കെ ഉൾക്കൊള്ളാൻ ആദം നബി അലൈഹി ഇസ്ലാമിന് പറ്റി. അതായത് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉള്ളിൽ ഇതിനെ എല്ലാ കാര്യത്തിനും ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി അള്ളാഹു വെച്ചു കൊടുത്തിരുന്നു. മുസ്തഇദത്തൻ ഇദ്റാഖൽ അൻവാൽ മദ്റുഖാത്ത് മിനൽ മഅഖൂലാത്ത്, അതിൽ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടിരുന്നു. മിനൽ മഅഖൂലാത്ത്, ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. മഹ്സൂസാത്ത്, അതുപോലെ ഇന്ദ്രിയങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. മുസ്തഹീലാത്ത്, അതുപോലെ അസാധ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ആദം നബി അലൈഹി ഇസ്ലാമിന് അറിയാമായിരുന്നു. വൽ മൗജൂദാത്ത്, സാധ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയായിരുന്നു. ഇതൊക്കെ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. വൽഹമഹു മഅരിഫത ദവാത്തിൽ അസ്മാ, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിന് ഇൽഹാമാക്കി പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനെ? ദവാത്തുൽ അസ്മാ, അസ്മാകളുടെ മുഴുവൻ സത്തയെ, വ അസ്മായിഹ, അതിൻ്റെ പേരുകളെ, വ ഹവാസുഹ, അതിൻ്റെ പ്രത്യേകതകളെ, വ മസാരിഫിഹ, അതിൻ്റെ ഉപയോഗങ്ങളെ, ഉസൂലുൽ ഇൽമ, അറിവിൻ്റെ സത്തകളെ, വ ഖവാനീന സിനാഅത്ത്, വ്യത്യസ്ത തൊഴിലുകളുടെ നിയമങ്ങളെ, വ തവാസിൽ ആലാത്തിഹ, ആ തൊഴിലുകൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ, ഇതൊക്കെ. അതായത് ഇപ്പം നമ്മളൊരു ആശാരിപ്പണിക്കാരനാണ്, ആശാരിപ്പണി എങ്ങനെയാണ്, അതിന് എന്തൊക്കെ ഉപയോഗങ്ങളാണ്, എന്തൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുക. ഈവൻ നമ്മളിപ്പോൾ മൊബൈൽ ഉപയോഗിക്കേണ്ട മൊബൈൽ എങ്ങനെയാണ്, അതിന് എന്തൊക്കെ ചെയ്യുക, കമ്പ്യൂട്ടർ, അതിൻ്റെ സോഫ്റ്റ്വെയർ, ഇതൊക്കെ ആദം നബി അലൈഹി ഇസ്ലാമിന് അറിയാമെന്ന്. ഒരു തൊഴിലും ആദം നബി അലൈഹി ഇസ്ലാമിന് അറിയാത്തതില്ല. അതിൽ ഓരോ തൊഴിലിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അറിയാം. വ കൈഫിയാത്തി ഇസ്തിമാലാത്തിഹ, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് വരെ അറിയാം. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാം ഇതൊക്കെ അറിയെങ്കിൽ വിശ്വാസങ്ങളെ അറിവും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങനെ ഉണ്ടാവല്ലോ. അതാണ് നേരത്തെ പറഞ്ഞ വ്യത്യാസം. അത് വലിയ വ്യത്യാസമാണ്. പക്ഷെ ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ട അറിവാണ്. അതായത് അള്ളാഹ് ആദ്യം പടച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശ, ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന കുത്തുബാണ് ആദ്യം അള്ളാഹു പടച്ചത്. അതിൽ നിന്നാണ് എല്ലാ അറിവുകളും പടക്കപ്പെട്ടത്. അതിൽ നിന്ന് പടക്കപ്പെട്ട കാര്യങ്ങളിലാണ് ആദം നബി അലൈഹി ഇസ്ലാം എല്ലാം അറിയാന്ന് പറഞ്ഞത്. എന്നാൽ അതിൻ്റെ സത്ത ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. അതാർക്കും അറിയില്ല. അപ്പോൾ അതിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇത് രണ്ട് രാത്രിയും പകലും തമ്മിൽ വ്യത്യാസമുണ്ട്, അതിനേക്കാൾ അപ്പുറത്ത് വ്യത്യാസമുണ്ട്. വഅല ഹാദ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഹ്തസ്സ ഇൽമുഹു, റസൂലുള്ളാഹിക്ക് ഈ അറിവ് പ്രത്യേകമായി നൽകപ്പെട്ടിട്ടുണ്ട്. കഐരിഹി മിൻ അംബിയ, അംബിയാക്കന്മാർക്ക് മറ്റുള്ളവർക്ക് നൽകപ്പെട്ടതുപോലെ. ബി ഉമൂമി ഫിഹ, അവർക്ക് നൽകപ്പെട്ട എല്ലാ അസ്മാകളും ഒക്കെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. വഫീഹി ഈമാഉൻ ഇല അനൽ ഹുസൂസിയത്തി, ഇതിലൊരു സൂചന ഉണ്ട്. അനൽ ഹുസൂസിയത്തല്ലതി ഇംതാസു ബിഹ ആദം അനിൽ മലായിക്ക, മലായിക്കത്തിന്റെ മുകളിൽ ആദം നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ച ഹുസൂസിയത്ത് പ്രത്യേകത. വഖാന സബബൻ ലി അംരിഹിം ബി സുജൂദ്, ആ കാരണം കൊണ്ടാണ് സുജൂദ് ചെയ്യപ്പെട്ടത്. ഹസലത്തു നബീന സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ ആ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. വസാദ ബി ഇൽമിൽ ഹഖായിഖ്, എന്നാൽ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ഇൽമുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിന് കിട്ടിയതൊക്കെ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തുള്ളതുണ്ട് എന്നാണ്. ഇത് മുഴുവൻ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് കുറച്ച് പിന്നെയും കുറേ ഉണ്ട് എന്നാണ് ഇബ്നു അജീബ് തങ്ങളെയും വിശദീകരിക്കുന്നത്. എന്നാൽ നമ്മത്ത് ജാൻ തങ്ങൾ കുറച്ചും കൂടി വ്യാപ്തിയുള്ള നല്ല രസകരമായ മറ്റൊരു വിശദീകരണമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. തൻബീഹ്, ഇവിടെ ഒരു ഉണർത്തൽ പറയുന്നുണ്ട്. മാ ലമ്മനഹു ഷെയ്ഖു ഫി ഹാദിഹിൽ അബിയാത്ത് സലാസ്, ഇവിടെ ഈ 3 വരികളിലൂടെ ഷെയ്ഖ് ഇമാം ബുസൂരി തങ്ങൾ
ഉൾക്കൊള്ളിച്ചത് മിൻ കൗലിഹി ഇന്നമാ മസലു സിഫാത്തിക ലിന്നാസി, മുമ്പ് പറഞ്ഞ വരിയുണ്ടല്ലോ, ജനങ്ങൾക്ക് മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപമിച്ചത്, അമ്പിയാക്കന്മാർ ഉപമിച്ചത് എന്ന് പറഞ്ഞല്ലോ ആ വരികളും ഇലാഹുന ഈ വരി വരെ പറയുന്ന വാക്കുകളും ഹുവ ഐനു മാ ദക്കറ ഷെയ്ഖ് ഖുതുബ് സയ്യിദി അബ്ദുസ്സലാം ബിൻ മശീഷ്, ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ബിൻ മശീഷ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ വാക്കുകളാണ്. നമ്മൾ അബ്ദുൽ ബിൻ മശീഷ് നമ്മുടെ നാട്ടിൽ അധികം അറിയലുണ്ടാവില്ല ആൾക്കാർ, വലിയ മഹാനാണ്. അപ്പോൾ മഹാനവറുകളുടെ വാക്കുകളിൽ നിന്നാണ് ഇതും എടുത്തിട്ടുള്ളത് എന്ന്. ഫി അവലി തസ്ലിയത്തിഹി മിൻ കൗലിഹി, മഹാനവറുകൾക്ക് ഒരു സലാത്തുണ്ട്, സലാത്തുൽ മശീഷിയ, അതിൻ്റെ വാക്കുകളിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ആ സലാത്ത് എന്താ? അല്ലാഹുമ്മ സ്വല്ലി അലാ മൻ മിൻഹു ഇൻശഖത്തുൽ അസ്റാർ, അല്ലാഹുമ്മ സ്വല്ലി അലാ, അല്ലാഹു എന്നീ സലാത്ത് ചൊല്ലി, അലാ മൻ മിൻഹു ഇൻശഖത്തുൽ അസ്റാർ, രഹസ്യങ്ങൾ ആരിൽ നിന്നാണോ രഹസ്യങ്ങൾ പൊട്ടിപ്പിളർന്നിട്ടുള്ളത് അവർക്ക് നീ സ്വലാത്ത് ചൊല്ലി. വഇൻ ഫലഖത് അൽ അൻവാർ, ആരിൽ നിന്നാണോ പ്രകാശങ്ങൾ ഉദിച്ചു ഉയർന്നിട്ടുള്ളത് അവർക്ക് നീ സ്വലാത്ത് ചൊല്ലി. വഫീ ഇർത്തഖത്തുൽ ഹഖായിഖ്, ഏതൊരാളിൽ നിന്നാണോ ഹഖായിഖുകൾ അതിൻ്റെ ഔന്നിത്യം പ്രാപിച്ചത് അവരിൽ നീ സ്വലാത്ത് ചൊല്ലി. വതനസ്സലത് ഉലൂമുൽ ആദം, ആരിലേക്കാണോ ആദം നബി അലൈഹി സ്വലാമിൻ്റെ അറിവുകൾ ഇറങ്ങിയിട്ടുള്ളത് അവരിലേക്ക് നീ സ്വലാത്ത് ചൊല്ലി. വഅജസ്ദൽ ഹലായിഖ്, ഈ സൃഷ്ടികൾ മുഴുവൻ ആരുടെ വിഷയത്തിലാണോ കഴിവുകെട്ടവരായത്, അതായത് ഉൾക്കൊള്ളാൻ കഴിവില്ലാത്ത അവസ്ഥയിലായത് അവരെ മേലിൽ നീ സ്വലാത്ത് ചൊല്ലി. വൽഹു തദാഅലത്തുൽ ഫുഹൂം, ഏത് ഗ്രാഹ്യതകൾക്കാണോ അവിടുത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് അവരെ മേൽ സ്വലാത്ത് ചൊല്ലി. വലം യുദ്രിക്കോ മിന്ന സാബിക്കം വലാലാഹിക്കൻ, മുൻകഴിഞ്ഞവർക്കോ ഇനി വരാനിരിക്കുന്നവർക്കോ ആർക്കാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മനസ്സിലാകാതിരിക്കുന്നത് അവരെ മേൽ നീ സ്വലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞ ഈ സ്വലാത്തുണ്ട്. ആ സ്വലാത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ കവിതയിൽ എടുത്തിട്ടുള്ളതെന്ന്. കൗലുഹു അൻത മിസ്ബാഹുൻ കുല്ല ഫദ്ലിൻ എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, ഹുവ ഖാലുഹു അലാമൻ മിൻഹു ഇൻശഖൽ അസ്റാർ വഇൻ ഫലഖത്തുൽ അൻവാർ, അതായത് അലാമൻ മിൻഹു ഇൻശഖത്തുൽ അസ്റാർ വഇൻ ഫലഖത്തുൽ അൻവാർ എന്ന വാക്കിൽ നിന്നാണ് അൻത മിസ്ബാഹു കുല്ല ഫദ്ലിൻ എടുത്തിട്ടുള്ളത്. ലകദാക്കൽ ഉലൂം ദാത്തുൽ ഉലൂം, അങ്ങേക്ക് എല്ലാ അറിവിൻ്റെയും സത്തുണ്ട് എന്ന് പറയുന്നത് ഫീഹി ഇർത്തഖത്തുൽ ഹഖായിഖ് വതനസ്സലത്തുൽ ഉലൂമുൽ ആദം വഅജസ്ദൽ ഹലായിഖ് എന്നതിൽ നിന്നാണ്, അതിൻ്റെ ആശയത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇന്നമാ മസലു സിഫാത്തിക ലിന്നാസ്, അപ്പോൾ ആ വരികൾ എടുത്തിട്ടുള്ളത് വലഹു തലാഅത്തുൽ ഫുഹൂം ഫലം യുദ്രിക്കു മിന്ന സാബിക്കും വലാലാഹിക്കും എന്ന വരിയിൽ നിന്ന്. അതിൻ്റെ വിശദീകരണം മുകളിൽ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഞാൻ അടുത്ത വരി, ലം തസൽ ഫി ളമാഇരിൽ ഖൗനി തഹ്താറു ലക്കൽ ഉമ്മഹാതു വൽ ആബാഉ. ലം തസൽ, അവിടുന്ന് എക്കാലത്തും ആയിക്കൊണ്ടിരുന്നു, ഫി ളമാഇരിൽ ഖൗനി ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളറകളിൽ, തഹ്താറു ലക്ക അങ്ങേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ട്, ഉമ്മഹാതു വൽ ആബാഉ ഉമ്മമാരെയും ബാപ്പമാരെയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളറകളിലാവുമ്പോൾ, അതായത് റസൂലുള്ളാഹി ഇങ്ങനെ ആ ബാഹ്യമായ ശരീരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് റസൂലുള്ളാഹി ഓരോ ഉമ്മൻ്റെയും വാപ്പൻ്റെയും മുതുകിലൂടെയും ഗർഭാശയത്തിലൂടെയും ഐകളെ കടന്നു വന്നിട്ടുണ്ടാവുക. അങ്ങനെ വന്ന ആദം നബി അലൈഹി സ്വലാം മുതൽ റസൂലുള്ളാഹി വരെയുള്ള ഓരോ ഉമ്മ വാപ്പന്മാരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അതായത് യാദൃശ്ചികമായി ഉണ്ടായതല്ല. അവർ ഓരോരുത്തരെയും ആദം നബി അലൈഹി സ്വലാം മുതൽ റസൂലുള്ളാഹി വാപ്പയായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു തങ്ങൾ വരെ, റസൂലുള്ളാഹി ഉമ്മയായ ആമിന ബീവി വരെ റളിയല്ലാഹു അൻഹ, അവർ വരെയുള്ള എല്ലാ ആൾക്കാരും അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തതാണ്. അതിൽ ഒരാൾ പോലും തിരഞ്ഞെടുക്കപ്പെടാത്തതില്ല. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട സയ്യിദുനാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയണം, ഖൗലുഹു ലമാഇറുൽ ഖൗൻ ഹുവ ഖൗനുല്ലദീ ലഹറ ഖബ്ല വുജൂദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി ലമാഇറുൽ ഖൗൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളറകൾ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഉള്ളറകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ചത്തിലേക്ക് വെളിവാവുന്നതിന് മുമ്പ്, അതായത് ആ ശരീരം വെളിവാവുന്നതിന് മുമ്പ്, ഇത് കാണാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐബൻ ഫീ ദാലിക്കൽ ഖൗൻ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രപഞ്ചത്തിൽ മറഞ്ഞു കിടക്കുകയായിരുന്നു. സുമ്മിയ മുൽമിറൻ, അതുകൊണ്ടാണ് ഇവിടെ ഉള്ളറകളിലാണെന്ന് പറഞ്ഞത്. ലിദാലിക തുഖ്താറുലക്ക, അതുകൊണ്ടാണ് അവിടത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഐ തുസ്തഫാലക്ക, അവിടത്തേക്ക് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഉമ്മഹാതു വൽ ആബാ, ഉമ്മമാരെയും വാപ്പമാരെയും.
യദുല്ലു അലാ ഹാദിഹി ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളിലേക്ക് സൂചന നൽകുന്നതാണ്. ലം യസലില്ലാഹു യൻതഖിലു മിൻ അസ്ലാബി ത്വാഹിറ ഇലാ റഹാമിൽ സക്കിയ. അതായത് അല്ലാഹു തആല ഇന്നെങ്ങനെ കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നു. വിശ്വാസങ്ങൾ പറയാം, അല്ലാഹു തആല എന്നെങ്ങനെ കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നു. എങ്ങോട്ട് കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നു? മിൻ അസ്ലാബി ത്വാഹിറ, ഏറ്റവും പരിശുദ്ധമായ മുതുകുകളിലൂടെ, ഇലാ റഹാമൽ സക്കിയ, ഏറ്റവും പരിശുദ്ധയാർന്ന ഗർഭപാത്രത്തിലൂടെയും. അപ്പോൾ വിശ്വാസങ്ങളിലൂടെ തങ്ങളാണ് ഇതിലൂടെയൊക്കെ സഞ്ചരിച്ച് വന്ന പോലെ ഉണ്ടാവും. ആദം നബി അലൈഹി ഇസ്ലാം ആയിരുന്നു ആദ്യ ആ പാത്രം. ആ പാത്രത്തിൽ മാറി ശീസ് നബി അലൈഹി ഇസ്ലാമിലേക്കും പിന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിലേക്കും പിന്നെ അങ്ങനെ ഓരോ നബിമാരിലേക്ക് ഇങ്ങനെ കൈമാറി വന്ന് ലാസ്റ്റ് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിലേക്കും അതുപോലെ ആമിന ബീവിയിലേക്കും റളിയല്ലാഹു അൻഹുമ ഇവരിലേക്കും വിശ്വാസങ്ങൾ എത്തിച്ചേർന്നു. പിന്നെ അവരിൽ നിന്ന് മുഹമ്മദ് ബിൻ അബ്ദുള്ള ഖൈറു ഖൽഖില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിത്തീർന്നു. അപ്പോൾ അതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണല്ലോ. അപ്പോൾ ഓരോ കൈമാറ്റം ചെയ്യപ്പെട്ട ആളുകളും എന്തായിരുന്നു? അസ്ലാബു താഹിറ, ഏറ്റവും പരിശുദ്ധമായ മുതുകുകളും, അർഹാമു സഖിയ, ഏറ്റവും പരിശുദ്ധയാർന്ന ഗർഭപാത്രങ്ങളുമായിരുന്നു. അത് അള്ളാഹ് തെരഞ്ഞെടുത്തതായിരുന്നു. ഖാലു ലം തഖോലഹും ലഹു ഉമ്മത്തും ഫിജീന. കാരണം വിശ്വാസങ്ങളെ ഉമ്മമാരാരും തന്നെ ആദം നബി അലൈഹി ഇസ്ലാം വരെയുള്ള ഒരു ഉമ്മമാരും ഒരിക്കലും വ്യഭിചാരത്തിൽ മോശം ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. മാത്രമല്ല അവരാരും വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ജാഹിലിയത്തിന്റെ ആ കാലത്ത് ജാഹിലിയത്തിൽ ഒരുപാട് മോശം പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, മോശം പ്രവർത്തനങ്ങൾ ചെയ്യില്ല അവരൊക്കെ. ആ ജാഹിലിയത്തിന്റെ ഒരു പ്രവർത്തനം ഇവരെ വിശ്വാസങ്ങളെ വാപ്പന്മാരോ ഉമ്മമാരോ ആരും ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിക്കുക ആ ഒരവസ്ഥ. ഇലാ ആദം അലൈഹിസ്സലാം തത്ഹീറൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹി സ്വലാം മുതൽ വിശ്വാസങ്ങൾ ജനിക്കുന്നത് വരെ ആ ഒരു അവസ്ഥ തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പം നമ്മൾ സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ വാപ്പന്മാരെ നോക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ശുദ്ധമായ പരമ്പര കാണാൻ പറ്റും. അള്ളാഹിൻ്റെ ഖലീഫന്മാരെ ഒക്കെ അള്ളാഹു വെക്കണത് ഇങ്ങനത്തെ ഒരു രീതിയിലാണ്. അവരൊരിക്കലും എന്താവില്ല, ഒരു മോശപ്പെട്ട വാപ്പൻ്റെയോ ഉമ്മൻ്റെയോ മുതുകിലോ ഗർഭപാത്രത്തിലേക്കോ അള്ളാഹു നിക്ഷേപിക്കൂല. വഖൗലു അലൈഹിസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബോയിസ്തു മിൻ ഖൈരി ഖുറൂനിൻ ബനി ആദമ ഖർനൻ വഖർനൻ. അള്ളാഹു എന്നെ പറഞ്ഞയച്ചു ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിൽ നിന്ന് ഏറ്റവും നല്ല സമൂഹങ്ങളിലൂടെ, ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരകളിലെ ഏറ്റവും നല്ല സമൂഹങ്ങളിലൂടെ അള്ളാഹു എന്നെ അയച്ചുകൊണ്ടേയിരുന്നു എന്ന്. ഓരോ കാലത്തും വിശ്വാസങ്ങൾ തന്നെയാണ് അയക്കണത്. അപ്പോൾ അയക്കണത് ഇങ്ങനെ അതിൻ്റെ ഓരോ ആളുകളിലൂടെ ഇങ്ങനെ കൈമാറി ഇങ്ങനെ പോവാണ്. ലം യഫ്തരിക് ശുഅബതാനി ഇല്ലാ കുന്തു ഫീ ഖൈരിഹിമ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ആദം നബി അലൈഹി ഇസ്ലാം മക്കൾ വന്നു, മക്കൾ വന്നു, അങ്ങനെ രണ്ട് മക്കൾ ഇങ്ങനെ വേർതിരിഞ്ഞ് രണ്ട് കൂട്ടായി എന്ന് കരുതുക. അപ്പോൾ ആ കൂട്ടം മാറിക്കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ വിശ്വാസങ്ങളെ മുതുകിലേറ്റുന്ന ആളാരായിരിക്കും? ആ പിരിഞ്ഞ ആളിൽ ഏറ്റവും നല്ല ആളായിരിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും നല്ല കൂട്ടത്തിലേക്കല്ലാതെ വിശ്വാസങ്ങൾ പിന്നെ പോയിട്ടില്ല എന്ന്. അങ്ങനെ വേർപിരിയുമ്പോൾ അതിൽ ഏറ്റവും നല്ല കൂട്ടത്തിലേക്കാണ് വിശ്വാസങ്ങൾ വരിക എന്ന് അല്ലാമ ഇബ്നു ജബർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയണം. ലാ ശക്ക, ഒരു സംശയമില്ല, അന്ന സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് സബഖ നൂറുൽ മൗജൂദാത്ത്, തങ്ങളുടെ പ്രകാശം ഈ സൃഷ്ടിയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ വന്നതാണെങ്കിലും വമിൻ നൂരിഹി ഇംതദ്ദൽ മുഖവ്വിനാത്ത്, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അവിടുത്തെ പ്രകാശം കൊണ്ടാണ് മദദ് നൽകപ്പെടുന്നതെങ്കിലും ഫലം യസൽ നൂറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മഹജൂബൻ മിൻ ഖസാഇനി ഗൈബിഹി മസൂനൻ ഫീ ലമാഇരി കൗനിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ മറഞ്ഞു കിടക്കുന്ന സമയത്ത്, അതായത് വെളിവാകുന്നതിന് മുമ്പ് വിശ്വാസങ്ങൾ എങ്ങനെയായിരുന്നു? എല്ലാ അവസ്ഥയും വിശ്വാസങ്ങൾ മഹസൂനായിരുന്നു, അതായത് സംരക്ഷിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഫി ലമാഇൽ കൗനി, പ്രപഞ്ചത്തിൻ്റെ ഉള്ളറകളിൽ. തുഖ്താറു ലഹു അസ്ലാബുൻ നഖിയ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് അള്ളാഹു ഇങ്ങനെ തിരഞ്ഞെടുക്കുകയായിരുന്നു അസ്ലാബുൻ നഖിയ്യ, ഏറ്റവും നല്ല മുതുകുകളെ. അപ്പോൾ വിശ്വാസങ്ങൾ ഇങ്ങനെ അയക്കാൻ വേണ്ടിയിട്ട്, കൈമാറാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ആണുങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുകയായിരുന്നു. വലർഹാമു താഹിറ, അതുപോലെ തന്നെ ഏറ്റവും നല്ല പരിശുദ്ധയാർന്ന സ്ത്രീകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുകയായിരുന്നു.
അവരുടെ ഗർഭപാത്രങ്ങളെ. ഹത്താ ലഹറ സ്വലാത്തുല്ലാഹി വസലാമുഹു റഹ്മത്തുല്ലാലമീൻ, അങ്ങനെ അവസാനം അവരിലൂടെ കടന്നു വന്ന് റഹ്മത്തുല്ലാലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെളിവാകുന്നത് വരെ ഇതായിരുന്നു അവസ്ഥ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തൻ്റെ അൽ മിനഹുൽ മക്കിയ്യയിൽ പറയുന്നുണ്ട്, മുഹമ്മദ് ബിൻ സായിബിൽ കൽബി തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്തതായി ഇബ്നു സായിദും ഇബ്നു അസാക്കിയും റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പരമ്പരയിലുള്ള 500 മാതാക്കളെ ഞാൻ രേഖപ്പെടുത്തി പരിശോധിച്ചു. അതായത് വിശ്വാസങ്ങൾ മുമ്പ് മുകളിലോട്ട് 500 ഉമ്മമാരെ പരിശോധിച്ചു. എന്നാൽ അവരിൽ ഒരാളും വ്യഭിചാരമോ ജാഹിലിയത്തിലെ മോശമായ മറ്റെന്തെങ്കിലോ കാര്യങ്ങളോ ഞാൻ കണ്ടിട്ടില്ല. അവർ ഉമ്മമാരെ 500 ആളെ പരിശോധിച്ചപ്പോൾ 500 ആളിലും ഒരു മോശപ്പെട്ട ഒരു പ്രവർത്തനം ഞാൻ കണ്ടിട്ടില്ല. കമാ തലബത്ത് ذاتك بما أوتيته من الكمالات كما طلبت ذاتك من أوتيته من كمالات. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കമാ താപത്ത് റസൂലുള്ളാഹി സത്ത ധാത്തുക ബിമാ ഊതീതുഹു മിൻ കമാലാത്ത്, എല്ലാ പരിപൂർണങ്ങൾ കൊണ്ട് ഒരുമിച്ച് കൂട്ടിയതാണെങ്കിൽ ആളോട് കൂടി തന്നെ കദാലിക താപ നസബുക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസബു അതുപോലെ തന്നെയായിരുന്നു. അതായത് റസൂലുള്ളാഹി സത്ത, റസൂലുള്ളാഹി വ്യക്തിത്വം, എല്ലാ പരിപൂർണങ്ങളും ഒരുമിച്ച് കൂട്ടുന്നത് പോലെ റസൂലുള്ളാഹി നസബും റസൂലുള്ളാഹി പരമ്പരയും എല്ലാ പരിപൂർണതകളും ഒരുമിച്ച് കൂട്ടിയതായിരുന്നു. ഫലം യകുൻ ഫി ഉമ്മഹാതിക മിൻ ലദുന്ന അബീക അബ്ദുല്ലാ, റസൂലുള്ളാഹിയുടെ വാപ്പ ഉമ്മ വര് ആദനബി അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു തങ്ങൾ മുതൽ ഇലാ മൻ ഹുവ മുസ്തഫൽ അഖിയാർ, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു തങ്ങൾ വരെയുള്ള റസൂലുള്ളാഹിയുടെ വാപ്പ ഉമ്മ അവരാരും അള്ളാഹു തിരഞ്ഞെടുക്കപ്പെടാത്തതായിട്ടില്ല. വശാഹിദു ദാലിക ഹദീസുൽ ബുഖാരി, ഇതിൻ്റെ തെളിവ് ബുഖാരിയുള്ള ഹദീസാണ്. ശ്വാസങ്ങൾ പറഞ്ഞു, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനിൻ ബനി ആദം, എന്നെ അയക്കപ്പെട്ടത് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിൽ ഏറ്റവും നല്ല സമൂഹങ്ങളിലേക്കാണ്. കർണം ഫകർണൻ ഹത്താ കുൻത ഫീ കർണില്ലദീ കുൻതു മിൻഹു, അങ്ങനെ ഏറ്റവും നല്ല സമൂഹം കൈമാറി അവസാനം ഞാനിപ്പോൾ ഉള്ള സമൂഹത്തിൽ എത്തിച്ചേർന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തങ്ങൾ മിനഹുൽ മക്കിയയിൽ പറയുന്നുണ്ട്, അറിയുക, ആദം നബി അലൈഹി ഇസ്ലാമിന് ഹവ്വാ ബീവിയിൽ ആയിട്ട് 20 പ്രസവത്തിലൂടെ 40 കുട്ടികൾ ഇരട്ടകളായി ജനിച്ചു. അതായത് ഹവ്വാ ബീവി 20 പ്രസവിച്ചു, അതിൽ 40 കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് പിൻഗാമിയായ ശീസ് നബി അലൈഹി ഇസ്ലാം ഇതിൽ നിന്ന് ഒഴിവാണ്. അപ്പോൾ 20 പ്രസവത്തിൽ 40 കുട്ടികളുണ്ടായെങ്കിലും ശീസ് നബി അലൈഹി ഇസ്ലാം ഒറ്റക്കാണ് പ്രസവിച്ചത്. കാരണം നമ്മുടെ നബിയായ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ നിന്നായതിനാലും ആദരവായിക്കൊണ്ട് അദ്ദേഹം ഒറ്റക്കാണ് ജനിച്ചത്. അപ്പോൾ ആ പരമ്പരയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശീസ് നബിൻ്റെ പേരക്കുട്ടിയായിട്ട് വരേണ്ടതുള്ളതുകൊണ്ട് ശീസ് നബി അലൈഹി ഇസ്ലാമിന് ജനിച്ചത് ഒറ്റയായിട്ട്, ഇരട്ടയായിട്ടല്ല. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിൽ ഒറ്റയായിട്ട് ജനിച്ചത് ശീസ് നബി അലൈഹി ഇസ്ലാം മാത്രമാണ്. അപ്പോൾ ശീസ് നബി അലൈഹി ഇസ്ലാം എന്തുകൊണ്ടാണ് ഒറ്റയായിട്ട് ജനിച്ചത്? അവരിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കേണ്ടതായതുകൊണ്ട്, റസൂലുള്ളാഹിയോടുള്ള ആദരവ് കൊണ്ട്. പിന്നീട് അദ്ദേഹം മരണാസന്നമായപ്പോൾ, അതായത് ശീസ് നബി അലൈഹി ഇസ്ലാം വഫാത്തിലോട് അടുത്തപ്പോൾ തൻ്റെ പിതാവ് തനിക്ക് നൽകിയ അതേ വസിയത്ത് അദ്ദേഹം തൻ്റെ മക്കൾക്കും നൽകി. ഈ പ്രകാശം, അതായത് ആദം നബിയുടെ നെറ്റിത്തടത്തിലുണ്ടായിരുന്നതും പിന്നീട് ശീസ് നബിയിലേക്ക് മാറ്റപ്പെട്ടതുമായ പ്രകാശം പരിശുദ്ധരായ സ്ത്രീകളിലല്ലാതെ നിങ്ങൾ നിക്ഷേപിക്കരുത്. അപ്പോൾ ശീസ് നബീൻ്റെ മക്കളിലാവും, അതിലാരെങ്കിലും ഒരാളാവും റസൂലുള്ളാഹികളെ പ്രകാശം വഹിക്കുന്ന ആളെന്ന് ശീസ് നബിക്ക് അറിയാം. അപ്പോൾ ശീസ് നബി മക്കളോട് പറയാം, നിങ്ങളാരും മോശം ബന്ധത്തിൽ ഏർപ്പെടരുത്, കാരണം ഈ പ്രകാശം നിങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ അത് മോശം ബന്ധങ്ങളിലൂടെ ആവാൻ പാടില്ല എന്ന് ശീസ് നബി അലൈഹി സ്വലം അവർക്ക് വസിയത്ത് പോലെ നൽകുമായിരുന്നു. ഇന്നല്ലാഹു അസ്തഫ കിനാനഹു മിൻ വലദി ഇസ്മായിൽ, ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ഇന്നല്ലാഹു അസ്തഫ, അള്ളാഹു താല തെരഞ്ഞെടുത്തു കിനാനിനെ മിൻ വലദി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിൽ കിനാനിനെ തെരഞ്ഞെടുത്തു. റസൂലുള്ളാഹികളെ പിതാമഹന്മാരിൽ ഒരാളാണ് കിനാൻ, അവരെ തെരഞ്ഞെടുത്തു. വസ്തഫ ഖുറൈശൻ ഫി കിനാനത്തിൻ, കിനാനിൽ നിന്നാണ് ഖുറൈശിനെ തെരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശിൽ നിന്ന് ബനി ഹാഷിമിനെ തെരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനി ഹാഷിമിൽ നിന്ന്
എന്നെയും അള്ളാഹു തെരഞ്ഞെടുത്തു എന്ന്. ഹദീസ് തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം, ഇന്നല്ലാഹു ഹൽക്ക അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പ് നടത്തി, വജഅലനി മിൻ ഖൈരി കർണിഹിം, എന്നിട്ട് അള്ളാഹു ഫജഅൽനി മിൻ ഖൈരി കർണിഹിം, ഏറ്റവും നല്ല തലമുറകളിൽ അള്ളാഹു എന്നെ വെച്ചു. സുമ്മ തഖയ്യറ ഖബായിൽ, അതായത് അള്ളാഹു സൃഷ്ടിപ്പ് നടത്തിയിട്ട് ഏറ്റവും നല്ല കൗമിൽ ഏറ്റവും നല്ല തലമുറകളിൽ അള്ളാഹു എന്നെ വെച്ചു. സുമ്മ തഖയ്യറ ഖബായിൽ, എന്നിട്ട് ആ തലമുറകളിൽ നിന്ന് ഗോത്രങ്ങൾ ഉണ്ടാക്കി. ഫജഅൽനി മിൻ ഖൈറ ഖബീലത്തിൻ, എന്നിട്ട് ഏറ്റവും നല്ല ഗോത്രങ്ങളിൽ എന്നെ അള്ളാഹു വെച്ചു. സുമ്മ തഖയ്യറ ബുയൂത്തൻ, അതിൽ നിന്ന് വീടുകൾ, അതായത് വീടുകൾ ഓരോ ഗോത്രത്തിലും കുടുംബങ്ങൾ ഉണ്ടാവുമല്ലോ, ഓരോ കുടുംബങ്ങളെ തെരഞ്ഞെടുത്തു. ഫജഅൽനി മിൻ ഖൈറ ബുയൂത്തിഹിം, എന്നിട്ട് ആ കുടുംബങ്ങളിൽ ഏറ്റവും ഖൈറുള്ളത് എൻ്റെ കുടുംബാക്കി. ഫന ഖൈറുഹും നഫ്സൻ, ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ സ്വന്തമായിട്ട് ഏറ്റവും ഖൈറുള്ളവരാണ്. വഖൈറുഹും ബൈത്തൻ, അതുപോലെ കുടുംബപരമായി ഏറ്റവും ഖൈറുള്ളവർ ഞാനാണ്. അപ്പോൾ ഹദീസിൽ പറയുന്നുണ്ട്, അന്ന ഖുറൈശൻ കാനത്ത് നൂറൻ ബൈന യദയില്ലാഹി തആല, അന്ന ഖുറൈശൻ ഖുറൈശിയായ നൂറ്, അതായത് വിശ്വാസങ്ങളെ കുറിച്ച് പറയാണ്, കാനത്ത് നൂറൻ ബൈന യദയില്ലാഹി തആല, അത് അള്ളാഹിന്റെ അടുക്കലുള്ള പ്രകാശമായിരുന്നു. ഖബ്ല അൻ യഖ്ലഖ ആദം ബി അൽഫി ആം, ആദം നബി അലൈഹി സ്വലാം പടക്കപ്പെടുന്നതിന് 2000 വർഷം മുമ്പ് അള്ളാഹിന്റെ അടുക്കലുള്ള പ്രകാശമായിരുന്നു അത്. യുസബ്ബിഹു ദാലിക നൂർ, ആ പ്രകാശം, അതായത് വിശ്വാസങ്ങളെ പ്രകാശം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരുന്നു. തുസബ്ബിഹുൽ മലായികത്തു ബി തസ്ബീഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ആ പ്രകാശത്തിന്റെ തസ്ബീഹ് കൊണ്ടാണ് മലക്കുകൾ തസ്ബീഹ് ചൊല്ലുന്നത്. ഫലമ്മ ഹലക്കല്ലാഹു ആദം അലൈഹിസ്സലാം, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാമിനെ പടച്ചു. അൽഖാ ദാലിക നൂറു ഫീ സുൽബിഹി, എന്നിട്ട് ആ പ്രകാശത്തെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ വെച്ചു കൊടുത്തു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, വഅഹബതനി അല്ലാഹു ഇലാ അർദി ഫീ സുൽബി ആദം, ആദം നബി അലൈഹി സ്വലാമിന്റെ മുതുകിലൂടെ അള്ളാഹു എന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഈ ഹദീസ് നമ്മൾ മങ്കൂസ് മൗലിദിലൊക്കെ ഓതാറുണ്ട്. അഹബതനി അല്ലാഹു ഇലാ അർദി ഫീ സുൽബി ആദം വജഅൽനി ഫീ സുൽബി നൂഹ് അലൈഹി സ്വലാം വഖദഫ ഫീ സുൽബി ഇബ്രാഹിം അലൈഹി സ്വലാം ثم لم يزل الله انقلني من الأسلاب القديمة الأرحام الطاهرة حتى خرجني ബൈന അബവയ്യ ലം യൽതഖിയ അലാ സിഫാഇൻ ഖത്ത് എന്ന് കേട്ടില്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ എന്ന് കേട്ടില്ലേ? ആ ഹദീസാണിത്. വഹബതനി അല്ലാഹു ഇലൽ അർളി ഫീ സുൽബി ആദം, ആദം നബി അലൈഹി സ്വലാം ആദം അലൈഹി സ്വലാമിലൂടെ ഈ ഭൂമിയിലേക്ക് അള്ളാഹു എന്നെ കൊണ്ടുവന്നു, ആദം നബി അലൈഹി സ്വലാമിന്റെ മുതുകിലൂടെ. വജഅൽനി ഫീ സുൽബി നൂഹിൻ, പിന്നെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മുതുകിൽ വെച്ചു കൊടുത്തു. വഖദഫ ഫീ സുൽബി ഇബ്രാഹിം, പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്ക് കൈമാറ്റം ചെയ്തു. സുമ്മ ലം യസലില്ലാഹു തആല യൻഖുലിനി മിൻ അസ്ലാബിൽ കരീമ, പിന്നെ അള്ളാഹു ഇങ്ങനെ കൈമാറ്റം ചെയ്തുകൊണ്ടേയിരുന്നു ഏറ്റവും നല്ല മുതുകുകളിലൂടെ. വറഹാമത്ത് ത്വാഹിറ, ഏറ്റവും പവിത്രമായ ഗർഭപാത്രങ്ങളിലൂടെ. ഹത്താ ഖറജനി ബൈന അബവൈ, എൻ്റെ വാപ്പയമ്മയിലേക്ക് എത്തുന്നത് വരെ. ലം യൽതഖിയ അലാ സിഫാഇൻ ഖത്ത്, എൻ്റെ വാപ്പയമ്മയും അവരൊരിക്കലും ഒരു മോശപ്പെട്ട പ്രവൃത്തിയിൽ പെട്ടിട്ടില്ല, വിചാരം ചെയ്തിട്ടില്ല. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ലം യൽതഖിയ അബവയ്യ ഖത്ത് അലാ സിഫായിൻ, എൻ്റെ വാപ്പയമ്മയും ഒരിക്കലും ഒരു മോശം പ്രവൃത്തി ചെയ്തിട്ടില്ല. ഫലം യസിലില്ലാഹു യൻഖുലിനി മിനൽ അസ്ലാബി ത്വയ്യിബത്തി ഇലാ അർഹാമി ത്വാഹിറ, എന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ എപ്പോഴും ഏറ്റവും ശുദ്ധമായ മുതുകുകളിലൂടെ ഏറ്റവും പവിത്രമായ ഗർഭാശയങ്ങളിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നു. മുസഫൻ മുഹദ്ദബൻ, ഏറ്റവും പവിത്രമായ തെരഞ്ഞെടുക്കപ്പെട്ട മുതുകുകളും ഗർഭാശയങ്ങളും. ലാ തതശഅബതാനി, അതുകൊണ്ട് തന്നെ 2 ശാഖകളായി വേർപിരിയൂല. ഇല്ലാ കുന്തു ഫീ ഹൈരിഹിമ, ഞാൻ അതിലേറ്റവും ഹൈർ ആയ ശാഖയിൽ വന്നിട്ടല്ലാതെ. തൻബീഹ്, ഇവിടെ ഒരു ഉണർത്തലുണ്ട്. യൂഖദു മിൻ കലാമി ഷെയ്ഖ്, ഈ ഷെയ്ഖിൻ്റെ, അതായത് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും. ഒമിൻ അഹാദീസിൽ മുതഖദ്ദിമ, അതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞ ഈ ഹദീസുകൾ നമുക്ക് മനസ്സിലാവും. അന്ന ആബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ വാപ്പമാരെല്ലാവരും ഇല ആദമി വ ഉമ്മഹാത്തിഹി, റസൂലുള്ളാഹി ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും ഒക്കെ വരുന്ന എല്ലാവരും
ഇലാ ഹവ്വാ ബിവി വരെ ലൈസ ഫീഹിം കാഫിറുൻ, അവരാരും കാഫിരീങ്ങളായിരുന്നില്ല. ലിഅന്ന കാഫിറുൻ ലാ യുഖാലു ഫീഹി ഇന്നഹു മുഖ്താറുൻ വലാ കരീമുൻ. കാരണം വിശ്വാസങ്ങൾ വാപ്പയും ഉമ്മയും അവരെ വാപ്പന്മാരും ഉമ്മമാരൊക്കെ ആദം നബി അലൈഹി സ്വലാം വരെയുള്ള ആൾക്കാർ ആരെങ്കിലും കാഫിരീങ്ങളാണെങ്കിൽ അവർ പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരാവില്ലല്ലോ. കാഫിറിനാരെ തിരഞ്ഞെടുക്കോ? കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ കാഫിരീങ്ങളാവില്ല. ബൽ നജസുൻ, കാഫിരീങ്ങൾ നജസാണല്ലേ, വൃത്തിയില്ലാത്തതല്ലേ. ലിഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞത് ഇന്നൽ മുശ്രികൂന നജസുൻ, തീർച്ചയായും മുശ്രിക്കീങ്ങൾ നജസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വിശ്വാസങ്ങൾ വാപ്പ ഉമ്മ പരമ്പര അത് അതിൽ ഏതെങ്കിലും ഒരു കാഫിർ ഉണ്ടെന്ന് വന്നാൽ അത് നജസാവും. പിന്നെ അങ്ങനെ അള്ളാഹ് തെരഞ്ഞെടുത്താവണമെങ്കിൽ എന്താണ് കാഫിർ ആവരുത്. അപ്പോൾ ആയത്ത മാഫിഹിം, ഇനിയിപ്പോൾ മാക്സിമം പറഞ്ഞു പോയാൽ ഇനിയിപ്പോൾ കാഫിറല്ല, ഇനിയിപ്പോൾ മുസ്ലിം അല്ല, പക്ഷെ മാക്സിമം പറഞ്ഞാൽ നമുക്ക് എന്തുവരെ പറയാം, അന്നഹും അഹ്ലുൽ ഫത്രത്തിൻ്റെ ആൾക്കാരാണെന്ന് പറയാം. അതായത് നബിമാർ അയക്കപ്പെടാത്ത ഒരു കാലഘട്ടം ഉണ്ടാവും. ഈസാ നബി അലൈഹി സ്വലാം മുതൽ വിശ്വാസങ്ങൾ വരെയുള്ള കുറേ കാലഘട്ടം ഫത്രത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നുണ്ട്. അതായത് ആ കാലത്ത് നബിമാർ അയക്കപ്പെട്ടില്ല പല ആളുകളിലേക്കും. അതുകൊണ്ട് അവർക്ക് ചോദ്യം ഉണ്ടാവില്ല, അവർ ശിക്ഷ ഉണ്ടാവില്ല. അപ്പോൾ വിശ്വാസങ്ങളുടെ പാപ്പന്മാരും ഉമ്മമാരും പരമ്പരയിലുള്ള പല ആൾക്കാരും ആ ഫത്രത്തിൻ്റെ കാലഘട്ടത്തിലുള്ളവരാണെന്ന് വേണമെങ്കിൽ പറയാം. മാക്സിമം അത്രേ പറയാൻ പറ്റും. അതിൻ്റെ അപ്പുറത്ത് ഒരു കാഫിറെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. വഹും ഫീ ഹുക്കുമുൽ മുസ്ലിമീന ലിഖൗലിഹി തആല, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആ ഫത്രത്തിൻ്റെ ആൾക്കാരാണെങ്കിലും മുസ്ലിമീങ്ങളായിട്ടാണ് കൂട്ടുക. കാരണം അവർക്ക് ആ സന്ദേശം നൽകപ്പെടാത്തത് കൊണ്ടാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, അള്ളാഹു ഒരാളെ ശിക്ഷിക്കൂല അവരിലേക്ക് ഒരു റസൂലിനെ അയച്ചിട്ടല്ലാതെ. വമ്മ വാലിദാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ വാപ്പ ഉമ്മ ഇവരൊക്കെ ഫഖദ് സഹഹു ഗൈറു വാഹിദിൻ മിനൽ ഹുഫാദ്, ഒരുപാട് ഹദീസ് പണ്ഡിതന്മാർ സഹീഹായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നല്ലാഹു തആല അഹ്യാഹുമാ ലഹു, അതായത് റസൂലുള്ളാഹിങ്ങളുടെ വാപ്പൻ്റെയും ഉമ്മൻ്റെയും വിഷയത്തിൽ ഒരുപാട് ഹുഫാദിങ്ങളായ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അന്നല്ലാഹ തആല അഹ്യാഹുമാ ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വേണ്ടി അള്ളാഹു വീണ്ടും അവരെ ജീവിപ്പിച്ചിട്ടുണ്ട് എന്ന്. അതായത് ഒരു വഫാത്തായി കിടന്നതിന് മരിച്ചു പോയടുത്ത് നിർശ്വാസങ്ങൾക്ക് വേണ്ടി അവരെ വീണ്ടും അവർക്ക് റൂഹിട്ട് കൊടുത്ത് വീണ്ടും അവരെ ജീവിപ്പിച്ചു നിർശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട്. വാമനാബിഹി, എന്നിട്ട് അവർ റസൂലുള്ളാഹികളെ വിശ്വസിച്ചു. കറാമത്തുല്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഒരു ബഹുമതിയായിട്ട്. അപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് ഒരുപാട് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസങ്ങളുടെ വിഷയത്തിൽ വിശ്വാസങ്ങളെ വാപ്പനെയും ഉമ്മനെയും വീണ്ടും ജീവിപ്പിച്ച് വിശ്വാസങ്ങളെ അവർ വിശ്വസിക്കുകയും അങ്ങനെ ഒരു വഫാത്താവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് വലിയ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ ഹൈതമി തൻ്റെ മിനഹുൽ മക്കിയയിൽ പറയുന്നുണ്ട്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അവിടത്തേക്ക് വേണ്ടി അത് മടക്കി കൊടുക്കപ്പെട്ട സംഭവം സഹീഹായി സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അങ്ങനെ അവിടുത്തേക്കുള്ള ആദരവായിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു അസ്ർ നിസ്കാരം അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കുന്നത് വരെ സമയം തിരികെ വന്നു. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇതിൻ്റെ ആധികാരികതയിൽ ചിലർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ യാതൊരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ റസൂലുള്ളാഹിങ്ങൾക്ക് വേണ്ടി സൂര്യനെ മടക്കി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലാഹു, ഇല്ലേ? അപ്പോൾ സൂര്യനെ മടക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിങ്ങൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കളെ പിന്നെ ജീവൻ കൊടുക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അള്ളാഹു അത് ചെയ്തിട്ടുണ്ട് എന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ തൻ്റെ മിനഹുൽ മക്കിയയിൽ പറഞ്ഞത് കാണാം. കാല സുയൂത്തി, ഇമാം സുയൂത്തി പറയാണ്, വസഅമ ബഅദുൻ നാസ് അന്നഹു മഅദൂൻ, ഈ സംഭവം റസൂലുള്ളാഹികളുടെ വാപ്പയും ഉമ്മയും പിന്നീട് റസൂലുള്ളാഹികൾക്ക് വേണ്ടി ജീവിപ്പിക്കുകയും എന്നിട്ട് അവർ റസൂലുള്ളാഹികളെ വിശ്വസിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ സംഭവം, അത് അന്നഹു മഅദൂൻ, അത് കെട്ടിച്ചമക്കപ്പെട്ടതാണ് എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെ ഒരു ഹദീസ് കെട്ടിച്ചമക്കപ്പെട്ടതാണ്. സവാബ് അന്നഹു ലൈഫുൻ, പക്ഷെ അത് ശരിയല്ല, അത് ലൈഫാന്നുള്ള അഭിപ്രായമുണ്ട്. അതാണ് അതിന് ശരിയായ അഭിപ്രായം. ലൈഫാണ്, അത് സഹീഹായ ഹദീസല്ല, ലൈഫാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് തള്ളപ്പെടേണ്ടതാണെന്നല്ല. അത് അതിൻ്റെ ആശയം ശരിയാണെങ്കിൽ മഹത്തുക്കളൊക്കെ കശ്ഫിലുകളൊക്കെ മനസ്സിലാക്കിയതാണെങ്കിൽ ലൈഫായ ഹദീസും അവർക്ക് സ്വീകാര്യമാണ്. അതിൻ്റെ മുകളിൽ ദീൻ്റെ നിയമം ഉണ്ടാക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പം കെട്ടിച്ചമച്ച ഹദീസല്ല, ലൈഫാണുള്ള ഹദീസാന്നുള്ള ശരി. ലാ മൗദൂൻ, കെട്ടിച്ചമച്ച ഹദീസല്ല. ഹസബ സറഹ ഫി ഹാഫിൽ ഇബ്നു നാസിറുദ്ദീൻ ദമഷ്കി, ബഹുമാനപ്പെട്ട ഹാഫിൽ ഇബ്നു നാസിറുദ്ദീൻ ദമഷ്കി റളിയല്ലാഹു അൻഹു തങ്ങൾ ഇത് വ്യക്തമായിട്ടും പിന്നെ മൗദൂ അല്ല, കെട്ടിച്ചമച്ച ഹദീസല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബയാനു, ഇതിൻ്റെ വിശദീകരണം. അപ്പോൾ ഇവിടെ സംശയം ഉണ്ടാവും,
ഇപ്പോൾ വിശ്വാസങ്ങൾ ഇങ്ങനെ ജീവിപ്പിച്ചു അവർക്ക് വീണ്ടും ഇസ്ലാം പിന്നെ വിശ്വാസങ്ങൾക്ക് ബയ്യത്ത് കൊടുത്തു, അവർ വിശ്വാസങ്ങൾ വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞതിൽ ചില സംശയങ്ങളുണ്ടാവും. കൊടുത്തു. അൽ ഈമാനു ബാദൽ മൗത്ത് ലാ യൻഫ, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ ഈമാന് ബാദൽ മൗത്ത്, അതായത് മരണത്തിന് ശേഷമുള്ള ഈമാൻ ലാ യൻഫ, അത് ഉപകാരം ചെയ്യൂല എന്ന് മനസ്സിലാക്കിയിട്ടില്ലേ? അപ്പോൾ അതെന്താ അപ്പോൾ ശരിയാവും? അപ്പോൾ ഇവർ മരിച്ചു പോയാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു സംശയം ഉണ്ടാവും. വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ വാപ്പയും അമ്മയും ജീവിപ്പിച്ചു, അവർ വിശ്വാസങ്ങൾ വിശ്വസിച്ചു, മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിലും മരണത്തിന് ശേഷമുള്ള ഈ വിശ്വാസം കൗണ്ട് ചെയ്യപ്പെടുമോ എന്ന് ചോദ്യം ഉണ്ടാവുമല്ലോ. കൊളുത്തു ഈമാന് ബാദൽ മൗത്ത് ലാ യൻഫ, മരണത്തിന് ശേഷമുള്ള ഈമാന് കാര്യമില്ലല്ലോ. അതാണല്ലോ നമ്മൾ ഉണ്ടല്ലേ, നമ്മൾ റൂഹ് നമ്മൾ തൊണ്ടക്കീലെത്തിയാൽ പിന്നെ നമ്മൾ വിശ്വസിക്കുന്നൊന്നും പിന്നെ വിശ്വാസമായിട്ട് കണക്കൂട്ടില്ലല്ലോ. അപ്പോൾ മരണത്തിന് ശേഷമുള്ളതൊന്നും എന്തായാലും അപ്പോൾ പരിഗണിക്കപ്പെടില്ലല്ലോ എന്ന് പെടാം. കൊളുത്തു. അപ്പോൾ പിന്നെ ശേഖവർകൾ മറുപടി കൊടുക്കുന്നത് ഫി ഐരി ഹുസൂസിയ, അത് പൊതുവായ കാര്യങ്ങൾക്കാണ്. എന്നാൽ വിശ്വാസങ്ങൾ ഈ വിഷയം പ്രത്യേകമായ അവിടുത്തെ കറാമത്തും അവിടുത്തെ ഒരു മോചിതത്വമാണ്. ആ മോചിതത്തിൽ അവിടുന്ന് ചെയ്തൊരു കാര്യം ഒരിക്കലും പൊതുവായ കാര്യത്തിൽ പെടുന്നതല്ല. അതുകൊണ്ട് ഇതിൽ പറ്റും, പൊതുവായ കാര്യങ്ങൾ പറ്റൂല, ഇതിൽ പറ്റും. വൈൻ കൊളുത്തു. ഇനി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതാ കറർത്തുഹ അന്നഹ മിൻ അഹ്ലിൽ ഫത്ര, നിങ്ങൾ പറയാണ് വിശ്വാസങ്ങൾ മാതാപിതാക്കളൊക്കെ ഈ ഫത്രത്തിൻ്റെ കാലത്ത്, അതായത് നബി അയക്കപ്പെടാത്ത ഒരു സമൂഹമാണെങ്കിൽ അവർക്ക് പിന്നെ ഈമാൻ ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഫമാ ഫായിദത്തുൽ ഇഹ്യ, അവരെ പിന്നെ ഇതിനെ ജയിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ കൊളുത്തു ഞാൻ പറയും ഇത്ഹാഫ് ഉമാ ബിൽ കമാൽ, അവരിലേക്ക് പരിപൂർണത കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ മുസ്ലിങ്ങളാണ്, ഓക്കെ, പക്ഷെ അവർ ശിക്ഷ കിട്ടൂല, ഓക്കെ, പക്ഷെ അതുകൊണ്ട് അവർ പരിപൂർണരാവുന്നില്ലല്ലോ. അവർ പരിപൂർണരാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജീവിപ്പിച്ചത്. ലം യഹ്സുൽ അഹ്ലുൽ ഫത്ര, അത് പരിപൂർണത എന്ന് പറഞ്ഞാൽ ഈ ഫത്രത്തിൻ്റെ ആളുകൾക്ക് കിട്ടൂല. അവിടെ വിശ്വാസങ്ങൾ ഒരു നബീനെ അയക്കപ്പെടാത്തൊരു കൗമാണെങ്കിൽ ആ കൗമിന് പരിപൂർണത ലഭിക്കൂല ഒരിക്കലും. അവർക്ക് ശിക്ഷ കിട്ടൂല, അവർ മുസ്ലിങ്ങളെ പരിഗണിക്കപ്പെടുമെങ്കിലും പരിപൂർണത ലഭിക്കൂല. പരിപൂർണത ലഭിക്കണമെങ്കിൽ അവർക്ക് ഈമാൻ കിട്ടണം. അപ്പോൾ വിശ്വാസങ്ങളെ മാതാപിതാക്കൾ ഫത്രത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് കമാലിയത്തില്ലല്ലോ. ആ കമാലിയത്തിന് വേണ്ടി വിശ്വാസങ്ങൾ അവർ ജീവിപ്പിച്ചിട്ട് അവർക്ക് ഈമാൻ കൊടുത്തത്. ലിഅന്നഹുൽ ആയത്തു മിൻ അംരിഹിം അന്നഹും നജൂ മിനൻ നാർ, കാരണം ഫത്രത്തിൻ്റെ ആളുകളെല്ലാം അങ്ങേയറ്റം പറയുക അവർ നരകത്തിന് രക്ഷപ്പെടുന്നവരാണെന്നാണല്ലോ. എന്നാൽ വിശ്വാസങ്ങൾ മാതാപിതാക്കൾ അങ്ങനെ ആയാൽ പോരാ, അവർ പരിപൂർണരാവണം. അതിന് വേണ്ടിയിട്ടാണ് വിശ്വാസങ്ങൾ അവരെ ജീവിപ്പിച്ചിട്ട് അവർക്ക് ഈമാൻ കൊടുത്തത്. അമ്മൽ മറാത്തിബ് സവാബ്, ഈ പ്രതിഫലത്തിൻ്റെ വിഷയത്തിന് ഫഹൂം ബി മാജലാൻഹ, അവർക്ക് ആ ഫത്രത്തിൻ്റെ ആളുകൾക്ക് അത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഫൈൻ കൊളുത്തു ആദർ അബു ഇബ്രാഹിം ഖാന കാഫിറൻ, ഇനിയിപ്പോൾ ചോദിക്കപ്പെടുകയാണെന്ന് കരുതാം, നിങ്ങളിപ്പോൾ വിശ്വാസങ്ങളെ വാപ്പന്മാരൊക്കെ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞാൽ ആസർ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ വാപ്പ കാഫിറാണ് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെ ശരിയായി? ഇബ്രാഹിം നബി വിശ്വാസങ്ങളെ വാപ്പല്ലേ? വിശ്വാസങ്ങളെ വാപ്പൻ്റെ വാപ്പ അപ്പോൾ ആസറാവൂലേ? ആസർ കാഫിറാന്ന് ഖുർആൻ അല്ല പറഞ്ഞതല്ലേ? അപ്പം ഇങ്ങനെ അത് ശരിയാവാന്ന് ചോദിക്കും. കൊടുത്തു. അതിന് മറുപടി അൽ മുഹക്കിക്കൂൻ, അതായത് ഇൽമിൽ അറിവിൽ ആയം ലഭിച്ച പണ്ഡിതന്മാരെന്താ പറഞ്ഞ അല അന്നഹു അമ്മുഹു, ആ ആസർ എന്ന് പറഞ്ഞ ആള് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പിന്നെ പൃഥിവ്യനായിരുന്നു, വാപ്പൻ്റെ സഹോദരനായിരുന്നു, അല്ലാതെ വാപ്പല്ലാന്ന്. വൽ അർബു തുസമ്മൽ അമ്മു അബൻ, കാരണം വാപ്പൻ്റെ സഹോദരന്മാരെ എളാപ്പ മൂത്താപ്പന്മാരൊക്കെ അവർ വാപ്പാന്ന് വിളിക്കാറുണ്ട് മറബികൾ. ആ അടിസ്ഥാനത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ വിളിച്ചത്. വസവാബു ഫി ഹാദിഹിൽ മസ്അല വാഖിഫും അബൻ, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ തങ്ങൾ മിനൽ മക്കിയിൽ പറയുന്നുണ്ട്, കവിയുടെ വാക്കുകൾക്കെതിരെ ആസറിന്റെ കാര്യം ഒരു മറുപടി ചോദ്യമായി ഉന്നയിക്കാനാവില്ല. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ ഒരു അവിശ്വാസിയാണ്. ഇതിന് കാരണം അവൻ ഇബ്രാഹിം നബിയുടെ യഥാർത്ഥ പിതാവല്ലെന്നും മറിച്ച് പൃഥിവ്യനാണെന്നും മുൻവേദക്കാരായ പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അറബികൾ പൃഥിവ്യനെയും പിതാവിനെയും വിളിക്കാറുണ്ട്, പൃഥിവ്യനെയും പിതാവെന്ന് വിളിക്കാറുണ്ട്. ഖുർആനിൽ അങ്ങനെയുണ്ട്. അല്ലാഹു തആല പറഞ്ഞു വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മായിൽ എന്ന് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അങ്ങയുടെ പിതാക്കന്മാരായ ഇബ്രാഹിമും ഇസ്മായിലും. എന്നാൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവല്ലേ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം? യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവാവുന്നത് ഇസാഖ് നബി അലൈഹി ഇസ്ലാമാണ്. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് പിതാവ് എന്നെങ്ങനെ പറഞ്ഞത്?
അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം യാക്കൂബ് നബിയുടെ പ്രതിവ്യനാണ്. അപ്പോൾ ആ പ്രതിവ്യനായതുകൊണ്ട് ഖുർആനിൽ അള്ളാഹു വാപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആസറിനെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വാപ്പാന്ന് ഖുർആനിൽ പരിചയപ്പെടുത്തിയത് പൃഥിവ്യന വാപ്പൻ്റെ സഹോദരനായിട്ടാണ്. അപ്പോൾ പണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഏകോപിച്ചിട്ടില്ലെങ്കിൽ പോലും ഹദീസുകൾ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വ്യാഖ്യാനിക്കൽ നിർബന്ധമാണ്. എന്നാൽ ബൈദാവി ഇമാമിനെ പോലെ ഇതിനെ പ്രത്യക്ഷാർത്ഥത്തിൽ എടുത്തവർ ഈ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുകയും കാര്യങ്ങൾ ലഘുവായി കാണുകയും ചെയ്ത് ചില ഇമാമിങ്ങൾക്ക് ഇതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് അവർ പറഞ്ഞതിൽ. അത് അവരുടെ അശ്രദ്ധ കൊണ്ടാണ് എന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയണം. അപ്പോൾ ആസർ ശ്വാസങ്ങൾ വാപ്പല്ലേ, അപ്പോൾ എങ്ങനെയാണ് അത് ശരിയാവാൻ ചോദിച്ചാൽ ശരിയല്ല. കാരണം ആസർ ശ്വാസങ്ങൾ വല്യാപ്പല്ല, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പൃഥു സഹോദരനാണ്. അല്ലാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ യഥാർത്ഥത്തിൽ പിതാവ് മുസ്ലിം തന്നെയാണ് എന്ന്. പിന്നെ സവാബ് ഫി ഹാദിഹിൽ മസ്അല, ഈ വിഷയത്തിലുള്ള ശരിക്കുള്ള നിലപാട് എന്താ അറിയോ? അൽ വഖുഫു വൽ ഇംസാഖ്, ശരിക്കും മൗനം പാലിക്കലാണ്. വെറുതെ റസൂലുള്ളാഹിയുടെ വാപ്പനെയും ഉമ്മനെയും ഒന്നും അവർ ഇസ്ലാമിലുണ്ടോ ഇല്ലേ ഇങ്ങനത്തെ ചർച്ച ഒന്നും വെറുതെ കൊണ്ടുവരരുത്. അത് മൗനം പാലിക്കലാണ് ഏറ്റവും നല്ലത്. നല്ല അഭിപ്രായം ഏറ്റവും കൊടുക്കാൻ പറ്റും, അത് ഏറ്റവും നല്ല അഭിപ്രായം കൊടുക്കാമെന്നല്ലാതെ അവിടെ ഏതെങ്കിലും ആലിം അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ചർച്ച ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ഈമാൻ മോശമായി പോകും. നമ്മൾ രക്ഷപ്പെടാനുള്ള ആകെ വഴി റസൂലുള്ളാഹികളെ സന്തോഷിപ്പിക്കൽ, റസൂലുള്ളാഹികളെ പറ്റി പ്രകീർത്തിക്കലുമാണ്. മോശമാക്കാനുള്ള ഏറ്റവും വലിയ വഴി അത് റസൂലുള്ളാഹികളെ വേദനിപ്പിക്കലാണ്. അതിൽ എന്തെങ്കിലും ചെറിയ കാര്യമാണ് നമ്മൾ ചെയ്യരുത്. ഇപ്പോൾ എത്രയോ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സലഫികളൊക്കെ കാണാം, റസൂലുള്ളാഹികളെ വാപ്പം ഇസ്ലാമിലല്ല, ഉമ്മ ഇസ്ലാമിലല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്ലാസ് എടുക്കണം. ഇതൊക്കെ വളരെ ഡേഞ്ചറസ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാദ ബാദൽ മുവാഫിഖൂൻ, തൗഫീഖ് കിട്ടിയ വലിയ മഹത്വക്കളായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഹദർ അൽ ഹദർ അൽ ഹദർ, വളരെയധികം സൂക്ഷിക്കണം. പിന്നെ ദിക്രിഹിമ ബിനഖ്സിൻ, റസൂലുള്ളാഹികളുടെ വാപ്പനെയും ഉമ്മനെയും പറ്റി ഒരു കുറവ് സംസാരിക്കുന്നത് വളരെയധികം സൂക്ഷിക്കണം. വാപ്പനും കുറച്ച് സംസാരിക്കരുത്. ഫൈൻ അദാലിക യുദീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹികളെ വേദനിപ്പിക്കും. റസൂലുള്ളാഹികളെ വാപ്പനെയും ഉമ്മനെയും മാത്രമല്ല പേരക്കുട്ടികളെയും പ്രശ്നമാണ്. അവരെ നമ്മൾ വേദനിപ്പിക്കരുത്. അവരെപ്പറ്റി നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അവരുടെ വിഷയങ്ങൾ. ഇനി കൗലിഹി, കാരണം റസൂലുള്ളാഹികൾ പറഞ്ഞിട്ടുണ്ട്, ലാ തുഉദുൽ അഹ്യാ ബിസബ്ബിൽ അംവാത്ത്, മരണപ്പെട്ടവരെ ചീത്ത പറഞ്ഞിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ വേദനിപ്പിക്കരുത് എന്ന്. അപ്പോൾ നമ്മളെ വാപ്പനെയും വല്യാപ്പനെയും ഒക്കെ പറ്റി ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം സങ്കടം ഉണ്ടാവും, വേദന ഉണ്ടാവില്ലേ? അത് റസൂലുള്ളാഹികൾ അങ്ങനെ ചെയ്യരുതെന്ന്. അപ്പോൾ റസൂലുള്ളാഹികൾക്കും വേദന ഉണ്ടാവില്ലേ? റസൂലുള്ളാഹികൾ വാപ്പനെയും ഉമ്മനെയും അവരെ പറ്റിയൊക്കെ നമ്മൾ മോശം പറയുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് ഒരിക്കലും ചെയ്യരുത്. അവരെ കൊച്ചാക്കുന്ന ഒരു സംസാരം നമ്മളെ ഭാഗത്ത് ഉണ്ടാവരുത്. ആരെങ്കിലും അങ്ങനെ സംസാരിക്കേണ്ട അവരെ നമ്മളെ തടയും വേണം. അതിന് എന്തവിടെ തെളിവുകൾ പറയുകയാണെങ്കിൽ ശരി. ഇതാണ് ഇമാമിങ്ങളുടെ ഏറ്റവും വ്യക്തമായ നിലപാട്. ജസാക്കല്ലാഹു ഖൈർ.